പ്രിയ വിദ്യാർത്ഥികളെ, +2 ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ അമിഗോ ബ്രദേഴ്സ് എന്ന ലെസണാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. പേരി തോമസ് രചിച്ച അമിഗോ ബ്രദേഴ്സ് എന്നുള്ളത് അതിമനോഹരമായ ഒരു കഥയാണ്. അമിഗോ എന്ന സ്പാനിഷ് വേർഡ് കൊണ്ട് അർത്ഥമാക്കുന്നത് ഫ്രണ്ട് എന്നാണ്. കൂടപ്പിറപ്പുകളെപ്പോലെ പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും ജീവിച്ച രണ്ട് ആത്മസുഹൃത്തുക്കളുടെ അതിമനോഹരമായ കഥ. Read and reflect. The presence of a wall between orchards does ensure good relationship between neighbors. ഒരു മതിലിൻ്റെ സാന്നിധ്യം നല്ല അയൽവാസി ബന്ധം ഉറപ്പുവരുത്തും എന്ന് മെൻഡിങ് വാൾ എന്ന കവിത വായിച്ചപ്പോൾ നാം മനസ്സിലാക്കി. എന്നാൽ is it the act of building the wall or acknowledging the neighbor's request that really establishes the relationship? അത്തരത്തിലുള്ള ഒരു മതിൽ പണിയുന്ന ആ പ്രവൃത്തിയാണോ, അതല്ല അയൽവാസിയുടെ അപേക്ഷകളും ചിന്തകളും അംഗീകരിക്കുന്ന പ്രവൃത്തിയാണോ? ഏതാണ് ഒരു ബന്ധത്തെ നിലനിർത്തുന്നത്? ഡു വി റിയലി നീഡ് വാൾസ്? നമുക്ക് യഥാർത്ഥത്തിൽ ഒരു മതിലിൻ്റെ ആവശ്യമുണ്ടോ? ഷുഡൻ വി ഡെയർ ടു ഗോ ബിയോണ്ട് ദ ബൗണ്ടറീസ്? മതിലുകൾ തീർക്കുന്ന അതിരുകൾക്കും അപ്പുറം കടന്നു ചെന്ന് നല്ല ബന്ധങ്ങൾ സൃഷ്ടിക്കാനുള്ള ധൈര്യം നാം കാണിക്കേണ്ടതല്ലേ? Now read on. Antonio Cruz and Felix Vargas were both 17 years old. ഈ അമിഗോ ബ്രദേഴ്സ് എന്നറിയപ്പെടുന്ന ആന്റോണിയോ ക്രൂസും ഫെലിക്സ് വെർഗാസും 17 വയസ്സ് പ്രായക്കാരായിരുന്നു. They were so together in friendship that they felt themselves to be brothers. അവരുടെ സൗഹൃദം അത്രത്തോളം അടുപ്പമുള്ളതായിരുന്നു. അതുവഴി അവർ പരസ്പരം കരുതിയിരുന്നത്, അവർക്ക് തോന്നിയിരുന്നത് അവർ കൂടപ്പിറപ്പുകളായ ബ്രദേഴ്സ് ആയിരുന്നു എന്നാണ്. They had known each other since childhood. കുട്ടിക്കാലം മുതലേ അവർക്ക് പരസ്പരം അറിയാം. Growing up on the lower east side of Manhattan in the same building. ന്യൂയോർക്കിലെ മാൻഹട്ടൻ ബറോയിൽ പട്ടണപ്രദേശത്ത് ലോവർ ഈസ്റ്റ് സൈഡ് എന്ന പ്രദേശത്ത് ഒരേ ബിൽഡിങ്ങിലായിരുന്നു അവർ താമസിച്ചിരുന്നത്, അവർ വളർന്നത്. ആന്റോണിയോ വാസ് ഫെയർ, ലീൻ ആൻഡ് ലാങ്കി. ഈ സുഹൃത്തുക്കളിൽ ആന്റോണിയോ നല്ല വെളുത്ത നിറവും ഉയരവും മെലിഞ്ഞ പ്രകൃതക്കാരനുമായിരുന്നു. വൈൽ ഫെലിക്സ് വാസ് ഡാർക്ക്, ഷോർട്ട് ആൻഡ് ഹസ്കി. എന്നാൽ ഫെലിക്സ് അല്പം ഉയരം കുറഞ്ഞ് നല്ല തടിയും ഇരുണ്ട നിറമുള്ള വ്യക്തിയുമായിരുന്നു. ഹസ്കി, സ്റ്റൗട്ട്, അല്പം വണ്ണമുള്ള ശരീരപ്രകൃതിയുള്ള ആൾ. ആന്റോണിയോസ് ഹെയർ വാസ് ഓൾവേസ് ഫോളിങ് ഓവർ ഹിസ് ഐസ്. ആന്റോണിയോയുടെ തലമുടി എപ്പോഴും അവൻ്റെ മുഖത്തേക്ക്, കണ്ണുകൾക്ക് മുകളിലേക്ക് വീണിരിക്കും. വൈൽ ഫെലിക്സ് വോർ ഹിസ് ബ്ലാക്ക് ഹെയർ ഇൻ എ നാച്ചുറൽ ആഫ്രോ സ്റ്റൈൽ. എന്നാൽ ഫെലിക്സ് അവൻ്റെ കറുത്ത തലമുടി ഒരു ആഫ്രിക്കൻ സ്റ്റൈലിൽ ഒതുക്കി എപ്പോഴും വെച്ചിരിക്കും. ഈച്ച് യങ്സ്റ്റർ ഹാഡ് എ ഡ്രീം ഓഫ് സം ഡേ ബിക്കമിങ് എ ലൈറ്റ് വെയ്റ്റ് ചാമ്പ്യൻ ഓഫ് ദി വേൾഡ്. ഈ രണ്ട് ചെറുപ്പക്കാർക്കും ഒരു സ്വപ്നമുണ്ടായിരുന്നു, എന്നെങ്കിലും ലോകമറിയപ്പെടുന്ന ബോക്സിങ്ങിലെ ലൈറ്റ് വെയ്റ്റ് ചാമ്പ്യന്മാരാവുക എന്നുള്ളത്. എവറി ചാൻസ് ദ ഹാഡ്, ദ ബോയ്സ് വർക്ക്ഡ് ഔട്ട്, സംടൈംസ് അറ്റ് ദ ബോയ്സ് ക്ലബ് ആൻഡ് സംടൈംസ് അറ്റ് ദ ജിം. വെറുതെ സ്വപ്നം കണ്ട് നടക്കുകയായിരുന്നില്ല ഈ ചെറുപ്പക്കാർ രണ്ടുപേരും. എവറി ചാൻസ് ദ ഹാഡ്, അവർക്ക് കിട്ടുന്ന എല്ലാ അവസരത്തിലും അവർ അതിനുവേണ്ടി വർക്ക്ഡ് ഔട്ട്, കഠിനമായി വ്യായാമം ചെയ്തു. ചിലപ്പോഴൊക്കെ ബോയ്സ് ക്ലബിലും മറ്റു ചിലപ്പോഴൊക്കെ ജിമ്മിലും അവർ അതിനുവേണ്ടി പരിശീലനങ്ങളിൽ ഏർപ്പെട്ടു. ഏർലി മോർണിംഗ് സൺറൈസസ് വുഡ് ഫൈൻഡ് ദം റണ്ണിങ് അലോങ് ദി ഈസ്റ്റ് റിവർ ഡ്രൈവ്. അതിരാവിലെ ഈസ്റ്റ് റിവർ സൈഡിലൊക്കെ, നദിക്കരയിലൂടെയും ആ പ്രദേശങ്ങളിലൊക്കെ അതിരാവിലെ തന്നെ മോർണിംഗ് റണ്ണിങ്ങിന് വേണ്ടി അവർ പുറപ്പെടും. ആളുകൾക്കൊക്കെ അവരവിടെയൊക്കെ കാണാം. റാപ്ഡ് ഇൻ സ്വെറ്റ് ഷർട്ട്സ് ആൻഡ് ഷോർട്ട് ടവൽസ് അറൗണ്ട് ദെയർ നെക്സ്. വ്യായാമത്തിന് ആവശ്യമായ സ്വെറ്റർ, ഡ്രസ്സുകളും അതുപോലെ തന്നെ ടവലുമൊക്കെ അണിഞ്ഞുകൊണ്ട് അതിരാവിലെ തന്നെ ഓടുന്ന ആളുകൾക്ക് ഈ ചെറുപ്പക്കാരെ കാണാൻ സാധിക്കും. വൈൽ സം യങ്സ്റ്റേഴ്സ് വെർ ഇൻ ടു സ്ട്രീറ്റ് നെഗറ്റീവ്സ്. മിക്ക ചെറുപ്പക്കാരും തെരുവുകളിൽ നെഗറ്റീവ് ചിന്തകളുമായി തിന്മകളിലൊക്കെ ഏർപ്പെട്ട് കാലം കഴിക്കുമ്പോൾ ആന്റോണിയോ ആൻഡ് ഫെലിക്സ് സ്ലെപ്റ്റ്, എയ്റ്റ്, റാപ്ഡ് ആൻഡ് ഡ്രംഡ് പോസിറ്റീവ്. അവർ തിന്നും കുടിച്ചും ഉറങ്ങിയും
ഉല്ലസിച്ച് അതോടൊപ്പം തന്നെ ഡ്രംഡ് പോസിറ്റീവ്, വളരെയധികം പോസിറ്റീവ് ചിന്തകളുമായി ജീവിതം കഴിച്ചു. ആൻഡ് റാപ്ഡ്, അവർ റാപ്പ് സോങ്ങുകളൊക്കെ പാടിയും ആടിയും ആസ്വദിച്ചു കൊണ്ടായിരുന്നു അവരുടെ. ബിറ്റ്വീൻ ദം ദ ഹാഡ് എ കളക്ഷൻ ഓഫ് ഫൈറ്റ് മാഗസീൻസ്. ഇവരുടെ കൈവശം ധാരാളം ഫൈറ്റ് മാഗസീൻസ്, ബോക്സിംഗ് മത്സരങ്ങളെക്കുറിച്ച് വിവരണങ്ങളും ചിത്രങ്ങളും അടങ്ങുന്ന മാഗസീൻസ്, പ്രസിദ്ധീകരണങ്ങൾ ഇവർ കൈവശം വെച്ചിട്ടുണ്ടായിരുന്നു. പ്ലസ് എ സ്ക്രാപ്പ് ബുക്ക് ഫിൽഡ് വിത്ത് ടോൺ ടിക്കറ്റ്സ് ടു എവറി ബോക്സിംഗ് മാച്ച് ദ ഹാഡ് എവർ അറ്റൻഡഡ്. ഇവർ പലപ്പോഴും പങ്കെടുത്ത ബോക്സിംഗ് മാച്ചുകൾ, അവർ കാണാൻ പോയ ബോക്സിംഗ് മാച്ചുകൾ, അതിലേക്കൊക്കെയുള്ള ടോൺ ടിക്കറ്റ്സ് ഉപയോഗിച്ച് കീറിക്കളഞ്ഞ ടിക്കറ്റ്സ് എല്ലാം തന്നെ അവർ ഒരു നോട്ട്ബുക്കിൽ, ഒരു സ്ക്രാപ്പ് ബുക്കിൽ ശേഖരിച്ചു വച്ചിരുന്നു. ഇങ്ങനെ മാഗസീൻസും ഒരു നോട്ട്ബുക്കും ഒക്കെ എപ്പോഴും അവരുടെ കൈവശം ഉണ്ടായിരുന്നു. മാത്രമല്ല, ആൻഡ് സം ക്ലിപ്പിംഗ്സ് ഓഫ് ദെയർ ഓൺ, അവരുടെ സ്വന്തം ചില ചിത്രങ്ങൾ, അവർ ബോക്സിങ്ങിൽ പങ്കെടുക്കുന്ന ചിത്രങ്ങൾ, ഇതെല്ലാം ശേഖരിച്ചു വെച്ച ഒരു സ്ക്രാപ്പ് ബുക്ക്, ഒരു നോട്ട്ബുക്ക് എപ്പോഴും അവരുടെ കൈവശം ഉണ്ടാകും. നൗ ആഫ്റ്റർ സീരീസ് ഓഫ് എലിമിനേഷൻ ബൗട്ട്സ് they had been informed that they were to meet each other in the division finals that were scheduled for the 7th of August, 2 weeks away. ഇപ്പോൾ ഇവർ ധാരാളം ബോക്സിംഗ് മത്സരങ്ങളിലൊക്കെ ഇവർ പങ്കെടുക്കുന്നുണ്ട്. ആഫ്റ്റർ സീരീസ് ഓഫ് എലിമിനേഷൻ ബൗട്ട്സ് മീൻസ് ബോക്സിംഗ് മാച്ച്. മത്സരാർത്ഥി പരാജയപ്പെട്ടാൽ എലിമിനേറ്റ് ചെയ്യപ്പെടുന്ന, പിന്നീട് പങ്കെടുക്കാൻ കഴിയാത്ത വിധമുള്ള ധാരാളം എ സീരീസ് ഓഫ് ബോക്സിംഗ് മാച്ചസ് അതിലവർ പങ്കെടുത്തിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ വരാൻ പോകുന്നത് ഡിവിഷൻ ഫൈനൽസാണ്. ബോക്സിംഗ് മത്സരങ്ങളുടെ ഫൈനൽ മത്സരങ്ങൾ. അത് ഓഗസ്റ്റ് മാസം 7-ാം തീയതിയിലേക്കാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഇനി അതിലേക്ക് 2 weeks away. അതിനു മുമ്പ് ഇനി 2 ആഴ്ച മാത്രമേ സമയമുള്ളൂ. ഓഗസ്റ്റ് 7-ന് നടക്കുന്ന ഡിവിഷൻ ഫൈനൽ മത്സരത്തിൽ മത്സരാർത്ഥികളായിട്ട്, പോരാളികളായിട്ട് പങ്കെടുക്കേണ്ടത് ഫെലിക്സും ആൻ്റോണിയോയുമാണെന്ന് അവർക്ക് വിവരം ലഭിച്ചു. അതായത് ഇതുവരെ ആത്മസുഹൃത്തുക്കളായിരുന്നവർ ഇനി ഈ ബോക്സിംഗ് ഫൈനൽ മത്സരത്തിൽ ശത്രുക്കളെപ്പോലെ പോരടിക്കണം. അതിനുള്ളൊരു കാരണം, ദ വിന്നർ ടു റെപ്രസെൻറ്റ് ദ ബോയ്സ് ക്ലബ് ഇൻ ദ ഗോൾഡൻ ഗ്ലൗസ് ചാമ്പ്യൻഷിപ്പ് ടൂർണമെൻറ്റ്. ഈ ഫൈനൽ മത്സരത്തിലെ മത്സരാർത്ഥി, അതിൽ വിജയിക്കുന്ന ജേതാവ്, ആ ജേതാവാണ് ബോയ്സ് ക്ലബിനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് ഏറ്റവും വലിയ ഗോൾഡൻ ഗ്ലൗസ് ചാമ്പ്യൻഷിപ്പ് ടൂർണമെൻറ്റിൽ പങ്കെടുക്കേണ്ടത്. അതിനാൽ തന്നെ ടൂർണമെൻറ്റിൽ പങ്കെടുക്കണമെങ്കിൽ ഈ ഫൈനൽ മത്സരത്തിൽ വിജയിക്കണം. അതിനുവേണ്ടി ശക്തിയുക്തം ഇവർ തമ്മിൽ പോരടിക്കേണ്ടതുണ്ട്. ഇതൊരു ചലഞ്ചായി അവരുടെ മുമ്പിൽ. The two boys continued to run together along the East River Drive. പതിവ് പോലെ തന്നെ ഈ 2 സുഹൃത്തുക്കളും ഈസ്റ്റ് റിവർ ഡ്രൈവിലേക്കൊക്കെയുള്ള, ആ പ്രദേശത്തൊക്കെയുള്ള അവരുടെ മോർണിംഗ് റണ്ണിങ് തുടർന്നു. ബട്ട് ഈവൻ വെൻ ജോക്കിംഗ് വിത്ത് ഈച്ച് അതർ, എന്നാൽ പരസ്പരം തമാശകളൊക്കെ അവർ പറയുന്നുണ്ടെങ്കിലും ദേ ബോത്ത് സെൻസ്ഡ് എ വാൾ റൈസിംഗ് ബിറ്റ്വീൻ ദം. അവർക്കുള്ളിൽ അകൽച്ചയുടെ, ഒരു ശത്രുതയുടെ, ഒരു മത്സരത്തിൻ്റെ മതിൽ ഉയരുന്നതായിട്ട് ദേ സെൻസ്ഡ്, അവർക്ക് തോന്നി, അവർക്ക് ബോധ്യമായി. വൺ മോർണിംഗ് ലെസ് ദാൻ എ വീക്ക് ബിഫോർ ദിയർ ബൗട്ട്, അവരുടെ ആ ഫൈനൽ മത്സരം, ഇവർ പരസ്പരം പോരടിക്കേണ്ട ആ ബൗട്ട്, ബോക്സിംഗ് മാച്ചിൻ്റെ ഒരാഴ്ച മുമ്പുള്ള ഒരു മോർണിംഗിൽ ദേ മെറ്റ് ആസ് യൂഷ്വൽ ഫോർ ദിയർ ഡെയിലി വർക്കൗട്ട്. അവർ അവരുടെ ഡെയിലി വർക്കൗട്ടിൻ്റെ, നിത്യേനയുള്ള വ്യായാമത്തിൻ്റെ ഭാഗമായി അവർ പരസ്പരം കണ്ടുമുട്ടി. ആൻ്റോണിയോ ഗ്ലാൻസ്ഡ് അറ്റ് ഫെലിക്സ് who kept his eyes purposely straight ahead. ആൻ്റോണിയോ ഫെലിക്സിനെ ഒന്ന് നോക്കി, തറപ്പിച്ചു നോക്കി. glanced. who kept his eyes purposely straight ahead. ബോധപൂർവം ഫെലിക്സ് മുന്നോട്ട് നോക്കി നിൽക്കുകയാണ്. pausing from time to time to do some fancy leg work while throwing 1-2s followed by uppercuts to an imaginary jaw. അവരുടെ ഓട്ടം തുടരുമ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ അവൻ നിൽക്കും. എന്നിട്ട് കാലുകൾ കൊണ്ട് സം ഫാൻസി വർക്ക്, ചില വിചിത്രമായിട്ടുള്ള പരിശീലനങ്ങളൊക്കെ കാഴ്ചവെക്കുന്നുണ്ട്. ഉദാഹരണത്തിന് കാലുകൾ കൊണ്ട് എന്തൊക്കെ ചെയ്യുന്നു, അതോടൊപ്പം തന്നെ 1-2s, ചില 1-2 പഞ്ചുകൾ പ്രാക്ടീസ് ചെയ്യുന്നു. 1-2s എന്ന് പറയുമ്പോൾ തുടരെയുള്ള 2 ബോക്സിംഗ്
പഞ്ചിങ്, ഇടികൾ, അതോടൊപ്പം തന്നെ ചില അപ്പർ കട്ട്സ്, ഒരു എതിരാളിയുടെ താടിയെല്ല് ലക്ഷ്യമാക്കി ഉയരത്തിലുള്ള ഇടി, ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ടു ആൻ ഇമാജിനറി ജോ, ഒരു ഭാവനയിൽ ഒരു എതിരാളി ഉണ്ട്, ആ എതിരാളിയുടെ ഒരു ഭാവനയിലുള്ള ജോ, താടിയെല്ല് ലക്ഷ്യമാക്കിയിട്ടുള്ള അപ്പർ കട്ട്സൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ആഫ്റ്റർ മൈൽ ഓൾസോ, ഇങ്ങനെ ഓടിയും നിന്നും പ്രാക്ടീസ് ചെയ്തുമൊക്കെ ഏകദേശം 1 മൈലോളം കടന്നതിന് ശേഷം ഫെലിക്സ് പഫ്ഡ് ആൻഡ് സെഡ്, ഫെലിക്സ് അല്പം ശ്വാസം പുറത്തേക്കെടുത്ത് ഒരു കാര്യം പറഞ്ഞു. ലെറ്റ്സ് സ്റ്റോപ്പ് എ വൈൽ ബ്രോ, നമുക്ക് കുറച്ച് നേരം നിൽക്കാം. ഐ തിങ്ക് വി ബോത്ത് ഗോട്ട് സംതിങ് ടു സേ ടു ഈച്ച് അതർ, നമുക്ക് പരസ്പരം എന്തോന്ന് തുറന്ന് പറയാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, നമ്മുടെ മനസ്സിൽ എന്തോ പരസ്പരം പറയേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നുന്നു, ഫെലിക്സ് പറഞ്ഞു. മാൻ, ഐ ഡോണ്ട് നോ ഹൗ ടു കം ഔട്ട് വിത്ത് ഇറ്റ്. ആൻ്റോണിയോ ഹെൽപ്ഡ്. ആൻ്റോണിയോ അതിന് മറുപടി പറഞ്ഞത്, സുഹൃത്തെ, എനിക്കും എൻ്റെ മനസ്സിൽ എന്തോ ചിലതൊക്കെ നിന്നോട് പറയേണ്ടതുണ്ട്. എങ്ങനെ അതിന് തുടക്കം കുറിക്കും, എങ്ങനെ അത് പറയുമെന്ന് എനിക്കറിയില്ല. ഇറ്റ്സ് അബൌട്ട് അവർ ഫൈറ്റ്, റൈറ്റ്? നമുക്ക് സംസാരിക്കാനുള്ളത് വരാനിരിക്കുന്ന, നമ്മൾ നേരിട്ട് പങ്കെടുക്കുന്ന, നമ്മൾ പരസ്പരം മത്സരിക്കുന്ന ആ മത്സരത്തെക്കുറിച്ചല്ലേ? അതല്ലേ പറയാനുള്ളത്? ആൻ്റോണിയോ ചോദിച്ചു. യാ റൈറ്റ്, ആൻ്റോണിയോ പറഞ്ഞതിനോട് ഫെലിക്സും യോജിച്ചു. ഫെലിക്സസ് ഐസ് സ്ക്വീൻറ്റഡ് അറ്റ് ദ റൈസിംഗ് ഓറഞ്ച് സൺ. പുലർക്കാല സൂര്യൻ്റെ ഇളം വെയിലിൽ ഫെലിക്സ് തൻ്റെ കണ്ണുകൾ സ്ക്വീൻറ്റഡ്, പകുതി അടച്ചു പിടിച്ചു. ഐ ഹാവ് ബീൻ തിങ്കിങ് അബൌട്ട് ഇറ്റ് ടു, ഞാനും അതിനെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു, നമ്മുടെ മത്സരത്തെക്കുറിച്ച് ഒന്ന് സംസാരിക്കാൻ. ഇൻഫാക്ട് സിൻസ് വി ഫൗണ്ട് ഔട്ട് ഇറ്റ് വാസ് ഗോയിങ് ടു ബി മീ ആൻഡ് യു, ഇത് നമുക്കിടയിലുള്ള ഒരു മത്സരമാകുമ്പോൾ ഐ ഹാവ് ബീൻ എവേക്ക് അറ്റ് നൈറ്റ്, അതിനെക്കുറിച്ച് ആലോചിച്ച് എനിക്ക് രാത്രി ഉറക്കമേയില്ല. പുള്ളിങ് പഞ്ചസ് ഓൺ യു, ട്രൈങ് നോട്ട് ടു ഹർട്ട് യു, കാര്യങ്ങളെ ലഘൂകരിച്ച് നിനക്ക് ഒരു പ്രയാസമുണ്ടാക്കരുത് എന്നൊക്കെയായിരുന്നു ഞാൻ ആലോചിക്കുന്നത്. പുള്ളിങ് പഞ്ചസ് എന്നുള്ളത് ഒരു പ്രയോഗമാണ്. മേക്കിംഗ് തിങ്സ് സില്ലി ഓർ ഈസി, കാര്യങ്ങളെ ലഘൂകരിക്കുക, പ്രയാസങ്ങളെ ലഘൂകരിച്ച് കാണിക്കുക. സെയിം ഹിയർ, അതേപോലെ തന്നെയാണ് എൻ്റെയും അവസ്ഥ, ആൻ്റോണിയോ പറഞ്ഞു. ഇറ്റ് ഈസ് ഇൻ നാച്ചുറൽ നോട്ട് ടു തിങ്ക് അബൌട്ട് ദ ഫൈറ്റ്. വളരെ സ്വാഭാവികമാണ് ഇത്തരമൊരു ഘട്ടത്തിൽ മത്സരങ്ങളെക്കുറിച്ച്, നമ്മുടെ ഫൈറ്റിനെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളത്. മത്സരത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുന്നത് സ്വാഭാവികമല്ല എന്നാണ് ഈ സെൻറ്റൻസ്. ഐ മീൻ വി ബോത്ത് ആർ ഫൈറ്റേഴ്സ് ആൻഡ് വി ബോത്ത് വാണ്ട് ടു വിൻ. ഞാൻ ഉദ്ദേശിച്ചത്, നമ്മൾ രണ്ടുപേരും ബോക്സിംഗ് ഫൈറ്റേഴ്സാണ്, നമുക്ക് രണ്ടുപേർക്കും വിജയിക്കുകയും വേണം. ബട്ട് ഓൺലി വൺ ഓഫ് us ക്യാൻ വിൻ. പക്ഷേ നമ്മിൽ ഒരാൾക്ക് മാത്രമേ വിജയിക്കാൻ കഴിയുകയുള്ളൂ. ദർ ആർ നോ ഡ്രോസ് ഇൻ ദി എലിമിനേഷൻ. ഈ ഫൈനൽ മത്സരത്തിൽ, ഈ എലിമിനേഷൻ റൗണ്ടിൽ ഡ്രോ ഇല്ല, മത്സരം സമനില ആകുന്ന ഘട്ടമില്ല. ഫെലിക്സ് ടാപ്ഡ് ആൻ്റോണിയോ ജെൻ്റലി ഓൺ ദ ഷോൾഡർ. സ്നേഹത്തോടെ ഫെലിക്സ് ആൻ്റോണിയോയുടെ തോളിലൊന്ന് തട്ടി. ഐ ഡോണ്ട് മീൻ ടു സൗണ്ട് ലൈക്ക് ഐ ആം ബ്രാഗിങ് ബ്രോ. ഞാൻ ഇനി പറയുന്ന കാര്യം പൊങ്ങച്ചമാണെന്ന് തോന്നരുത്. ബ്രാഗിങ്, ബോസ്റ്റിംഗ്, പൊങ്ങച്ചം പറയുന്നതാണെന്ന് തോന്നരുത്. ബട്ട് ഐ വാണ്ട് ടു വിൻ ഫെയർ ആൻഡ് സ്ക്വയർ. എന്തായാലും ഈ മത്സരം എനിക്ക് ജയിക്കണം. ഫെയർ ആൻഡ് സ്ക്വയർ, ഓണസ്റ്റ്ലി ആൻഡ് സെർട്ടൻലി, തീർച്ചയായിട്ടും സത്യസന്ധമായിട്ടും മത്സരം ജയിക്കണം, ഫെലിക്സ് പറഞ്ഞു നിർത്തി. ആൻ്റോണിയോ നോഡഡ് ക്വയറ്റ്ലി. ഇതെല്ലാം കേട്ട് അംഗീകരിച്ചുകൊണ്ട് ആൻ്റോണിയോ ശാന്തനായി അവൻ്റെ തലയാട്ടി. നോഡഡ്, മൂവ്ഡ് ഹിസ് ഹെഡ്. യാ, വി ബോത്ത് നോ ദാറ്റ് ഇൻ ദ റിംഗ് ദ ബെറ്റർ മാൻ വിൻസ്. നമുക്ക് രണ്ടുപേർക്കും അറിയാം, റിങ്ങിൽ, മത്സര റിങ്ങിൽ ബെറ്റർ മാൻ വിൻസ്. ആരാണോ നല്ല മത്സരം കാഴ്ചവെക്കുന്നത് അയാൾ വിജയിക്കും. ഇറ്റ് ഈസ് ഫെയർ ടോണി. ആൻ്റോണിയോ, അത് തന്നെയാണല്ലോ ശരിയായ കാര്യവും. വെൻ വി ഗെറ്റ് ഇൻ ടു ദ റിംഗ് ഇറ്റ് ഹസ് ഗോട്ട് ടു ബി ലൈക്ക് വി നെവർ മെറ്റ്. നാം റിങ്ങിൽ പ്രവേശിക്കുമ്പോൾ പിന്നെ നാം മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത വിധമായി മാറും. വി ഗോട്ട് ടു ബി ലൈക്ക് ടു ഹെവി സ്ട്രേഞ്ചേഴ്സ് ദാറ്റ് വാണ്ട് ദ സെയിം തിങ് ആൻഡ് ഓൺലി വൺ ക്യാൻ ഹാവ് ഇറ്റ്. നാം റിങ്ങിൽ പ്രവേശിച്ചാൽ നാം ഹെവി സ്ട്രേഞ്ചേഴ്സ്, വളരെ വലിയ അപരിചിതരായിട്ട് മാറും. ഒരേ ലക്ഷ്യം വയ്ക്കുന്ന
ഒരാൾക്ക് മാത്രം നേടാൻ കഴിയുന്ന ഒരു ലക്ഷ്യം ഉള്ള ഹെവി സ്ട്രേഞ്ചേഴ്സായിട്ട് നാം മാറും. യു അണ്ടർസ്റ്റാൻഡ്? മനസ്സിലായില്ലേ? ഐ നോ. ടോണി സ്മൈൽസ്. യെസ്, എനിക്കറിയാം. ഇതും പറഞ്ഞ് ടോണി അഥവാ അന്റോണിയോ പുഞ്ചിരിച്ചു. നോ പുള്ളിംഗ് പഞ്ചേഴ്സ്, വി ഗോ ഓൾ ദ വേ. നേരത്തെ ചിന്തിച്ച പോലെ മത്സരത്തിൽ പങ്കെടുക്കാൻ ഇറങ്ങിയാൽ പിന്നെ നോ പുള്ളിംഗ് പഞ്ചസ്, കാര്യങ്ങൾ ലളിതമാക്കുന്ന രീതിയൊന്നും ഉണ്ടായിരിക്കില്ല. വി ഗോ ഓൾ ദ വേ, നാം മാക്സിമം നമ്മുടെ സകല ശക്തിയും തന്ത്രവും പ്രയോഗിച്ച് മുന്നേറും. യാ, ദാറ്റ്സ് റൈറ്റ്. അതെല്ലാം ശരിയാണ്. ലിസൺ ടോണി, ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കൂ. ഡോണ്ട് യു തിങ്ക് ഇറ്റ് ഈസ് എ ഗുഡ് ഐഡിയ ഇഫ് യു ഡോണ്ട് സീ ഈച്ച് അതർ അണ്ടിൽ ദ ഡേ ഓഫ് ദ ഫൈറ്റ്? മത്സരത്തിൻ്റെ ദിവസം വരെ ഇനി നാം പരസ്പരം കണ്ടുമുട്ടാതിരിക്കുന്നത് നല്ലൊരു ഐഡിയ അല്ലേ? ഇനി നമ്മൾ കാണേണ്ടതില്ല. അതൊരു ഗുഡ് ഐഡിയ അല്ലേ? ഫെലിക്സ് ചോദിച്ചു. ഐ ആം ഗോയിങ് ടു സ്റ്റേ വിത്ത് മൈ ഓൺട്ട് ലൂസി ഇൻ ദ ബ്രോങ്സ്. ഞാൻ സൗത്ത് ബ്രോങ്സ് പ്രദേശത്ത് താമസിക്കുന്ന എൻ്റെ ഓൺറ്റി ലൂസിയുടെ അടുത്തേക്ക് താമസം മാറാൻ ഉദ്ദേശിക്കുകയാണ്, ഫെലിക്സ് ചോദിച്ചു. ടോണി സ്ക്രാച്ച്ഡ് ഹിസ് നോസ് പെൻസിവലി. അല്പം ചിന്തിച്ചുകൊണ്ട് ടോണി തൻ്റെ മൂക്കിലിങ്ങനെ തടവി. യാ, ഇറ്റ് വുഡ് ബി ബെറ്റർ ഫോർ അവർ ഹെഡ്സ്. അത് ശരിയായിരിക്കും. നമ്മുടെ തലക്ക്, മീൻസ് നമ്മുടെ ചിന്തകൾക്കല്പം ആശ്വാസം കിട്ടാൻ അത് നല്ലൊരു ഐഡിയ ആയിരിക്കും. ഹി ഹെൽഡ് ഔട്ട് ഹിസ് ഹാൻഡ്, പാം അപ്വാർഡ്. ഡീൽ. ഇതും പറഞ്ഞ് അന്റോണിയോ തൻ്റെ കൈ ഇങ്ങനെ സമ്മതിക്കാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ഡീൽ, ഒരു പന്തയം വെക്കുന്ന പോലെ കൈ പാം അപ്വാർഡ്, ഉള്ളം കൈ പൊക്കി പിടിച്ചുകൊണ്ട് ഫെലിക്സിന് നേരെ നീട്ടി. ഡീൽ. ഫെലിക്സ് ലൈറ്റ്ലി സ്ലാപ്ഡ് ഓപ്പൺ സ്കിൻ. ഓക്കെ, സമ്മതമാണ്. നമുക്ക് ഇനി പരസ്പരം കാണാതിരിക്കാം മത്സരം വരെ. ഇതും പറഞ്ഞ് ഫെലിക്സ് അവൻ്റെ ആ തുറന്നു പിടിച്ചിരിക്കുന്ന കയ്യിൽ അടിച്ചു. സ്ലാപ്പ് ഓപ്പൺ സ്കിൻ എന്നുള്ളത് ഒരു പ്രയോഗമാണ്. ഹിറ്റ് ഓൺ ദി ഓപ്പൺ ഹാൻഡ്. തുറന്നു പിടിച്ച കയ്യിലേക്ക് നാം സമ്മതം പോലെ പരസ്പരം കൈയടിക്കുക. റെഡി ഫോർ സം മോർ റണ്ണിങ്. ഇനി നമ്മൾ അല്പം കൂടി ഓടണോ? ടോണി ആസ്ക്ഡ് ലേംലി. വലിയ താല്പര്യമില്ലാതെ, വിതൗട്ട് മച്ച് ഇൻട്രസ്റ്റ്, ലേംലി ടോണി ഫെലിക്സിനോട് ചോദിച്ചു. ഇന്നത്തെ ഓട്ടം നിർത്തണമോ അതല്ല അല്പം കൂടെ ഓടണമോ? ഫെലിക്സ് മറുപടി പറഞ്ഞു, നോ ബ്രോ, ലെറ്റ് us cut it here. നമുക്കിവിടെ നിർത്താം. യു ഗോ ഓൺ. ഐ ലൈക്ക് ടു ഗെറ്റ് തിങ്സ് ടുഗദർ ഇൻ മൈ ഹെഡ്. നിനക്ക് വേണമെങ്കിൽ തുടർന്നു. എനിക്ക് കാര്യങ്ങളൊക്കെ ചിന്തകളൊക്കെ ആകെ വല്ലാത്തൊരവസ്ഥയിലാണ്. എല്ലാം ഒന്ന് ഓർഡറാക്കേണ്ടതുണ്ട്. യു ആർ ടു വറീഡ് ആർ യു? ടോണി ആസ്ക്ഡ്. നീ വിഷമത്തിലൊന്നുമില്ലല്ലോ? നിനക്ക് പ്രയാസമൊന്നുമില്ലല്ലോ? ടോണി ചോദിച്ചു. നോ വേ മാൻ. ഇല്ല, പ്രയാസമൊന്നുമില്ല. ഫെലിക്സ് ലാഫ്ഡ് ഔട്ട് ലൗഡ്. ഉറക്കെ ചിരിച്ചുകൊണ്ടാണ് ഫെലിക്സ് അതിന് മറുപടി പറഞ്ഞത്. ഐ ജസ്റ്റ് തിങ്ക് ഇറ്റ് ഈസ് കൂളർ ഇഫ് വി സ്പ്ലിറ്റ് റൈറ്റ് ഹിയർ. നമ്മളിപ്പോൾ ഇവിടെ പിരിയുകയാണെങ്കിൽ കാര്യങ്ങൾ കുറച്ചും കൂടെ കൂളറായിരിക്കും, ശാന്തമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആഫ്റ്റർ ദ ഫൈറ്റ് വി ക്യാൻ ഗെറ്റ് ഇറ്റ് ടുഗദർ അഗൈൻ ലൈക്ക് നത്തിങ് എവർ ഹാപ്പൻഡ്. നമ്മുടെ മത്സരത്തിന് ശേഷം നമുക്ക് കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പഴയ പോലെ തന്നെ കൊണ്ടുവരാം. ലൈക്ക് നത്തിങ് എവർ ഹാപ്പൻഡ്. ഒരിക്കലും ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത പോലെ. ഇപ്പോൾ തൽക്കാലം അല്പം ആശ്വാസം കിട്ടാൻ വേണ്ടി നമുക്ക് മത്സരം വരെ ഇനിയൊന്ന് പിരിയാം. അവർ രണ്ടുപേരും അംഗീകരിച്ച് അങ്ങനെ. ദി അമിഗോ ബ്രദേഴ്സ് were not ashamed to hug each other tightly. എല്ലാം പറഞ്ഞു പിരിയുമ്പോൾ മനസ്സിലൊരു മത്സരബുദ്ധി ഉണ്ടെങ്കിലും ആ ആത്മസുഹൃത്തുക്കൾക്ക് പരസ്പരം ഗാഢമായി ആലിംഗനം ചെയ്യാൻ ഒരു മടിയുമുണ്ടായിരുന്നില്ല. ദി ഈവനിങ് ബിഫോർ ദ ബിഗ് ഫൈറ്റ്. അങ്ങനെ ആ വലിയ മത്സരത്തിൻ്റെ വൈകുന്നേരം ടോണി മേഡ് ഹിസ് വേ ടു ദ റൂഫ് ഓഫ് ഹിസ് ബിൽഡിംഗ്. താൻ താമസിക്കുന്ന മുറിയുടെ റൂഫ് ടോപ്പിലേക്ക് അന്റോണിയോ കയറിപ്പോയി. ഇൻ ദ ക്വയറ്റ് ഏർലി ടാക്ക്. ആ സന്ധ്യാസമയത്ത് ഹി പിയർഡ് ഓവർ ദ ലെഡ്ജ്. അവിടെയുള്ള റൂഫ് ടോപ്പിലെ ഹാഫ് മതിലിൻ്റെ മുകളിലൂടെ അവൻ പുറത്തേക്ക് നോക്കി നിന്നു. ഹി ട്രൈഡ് നോട്ട് ടു തിങ്ക് ഓഫ് ഫെലിക്സ്. ഫെലിക്സിനെ കുറിച്ച് ഇനി ചിന്തിക്കേണ്ട എന്ന് മനസ്സിൽ ഒരു ശ്രമം നടത്തി. ഫീലിംഗ് ഹി ഹാഡ് സക്സീഡഡ് ഇൻ സൈക്കിങ് ഹിസ് മൈൻഡ്. തൻ്റെ മനസ്സ് പാകപ്പെടുത്താൻ
ആ ശ്രമത്തിൽ മത്സരത്തിന് മനസ്സ് പാകപ്പെടുത്തുന്ന കാര്യത്തിൽ താൻ വിജയിച്ചു എന്ന് ചിന്തിച്ചുകൊണ്ട് ഇനി ഫെലിക്സിനെ കുറിച്ച് ചിന്തിക്കേണ്ടതില്ല, ഓർക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. സൈക്കിങ്, മെൻ്റലി പ്രിപ്പയറിങ്, മാനസികമായി തയ്യാറെടുക്കുന്ന കാര്യത്തിൽ. ബട്ട് ഓൺലി ഇൻ ദ റിങ് വുഡ് യു റിയലി നോ. പക്ഷേ അത് എത്രത്തോളം വിജയിക്കും എന്നുള്ളത് ഇനി റിങ്ങിൽ കാണാനിരിക്കേണ്ടി ഉള്ളതാണ്. റിങ്ങിലെ അത് യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാവുകയുള്ളൂ. ടു സ്പെയർ ഫെലിക്സ് ഹേർട്ട് he would have to knock him out early and quick. ഫെലിക്സിനെ വേദനിപ്പിക്കാതിരിക്കണമെങ്കിൽ he would have to knock him out, എത്രയും പെട്ടെന്ന് ഫെലിക്സിനെ നോക്കൗട്ട് ചെയ്യണം, പരാജയപ്പെടുത്തണം, ഡിഫീറ്റ് ചെയ്യണം. ഏർലി ആൻഡ് ക്വിക്ക്, വളരെ നേരത്തെ, വളരെ പെട്ടെന്ന് തന്നെ അവനെ പരാജയപ്പെടുത്തിയാലേ പഞ്ചിങ് ഒരുപാട് കൊടുത്ത് അവനെ വേദനിപ്പിക്കാതിരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പ് ഇൻ ദ സൗത്ത് ബ്രോങ്സ്, ഫെലിക്സ് ഇപ്പോൾ താമസിക്കുന്ന സൗത്ത് ബ്രോങ്സിൽ ഫെലിക്സ് ഡിസൈഡ് ടു ടേക്ക് ഇൻ എ മൂവി ഇൻ ആൻ എഫേർട്ട് ടു കീപ് ആൻ്റോണിയോസ് ഫേസ് അവേ ഫ്രം ഹിസ് ഫിസ്റ്റ്സ്. തൻ്റെ ചിന്തകളിൽ നിന്നും ആൻ്റോണിയോയുടെ മുഖം ഒഴിവാക്കാൻ വേണ്ടി ആ മത്സരത്തിൻ്റെ തലേ രാത്രി ഫെലിക്സ് തീരുമാനിച്ചത് ഒരു ബോക്സിംഗ് ഫിലിം കാണുക എന്നുള്ളതാണ്. ദ ഫ്ലിക് വാസ് ദ ചാമ്പ്യൻ വിത്ത് കിക്ക് ഡഗ്ലസ്. കിക്ക് ഡഗ്ലസ് ബോക്സിംഗ് ചാമ്പ്യനായി അഭിനയിക്കുന്ന ദ ചാമ്പ്യൻ എന്നുള്ള ഫിലിമായിരുന്നു ഫെലിക്സ് കാണാൻ ശ്രമിച്ചത്. ഫ്ലിക്ക് മൂവി, ഫിലിം. ദ ചാമ്പ്യൻ വാസ് ഗെറ്റിംഗ് ബീറ്റൺ. ആ ഫിലിമിൽ ചാമ്പ്യൻ പരാജയപ്പെടുത്തുന്നതായിട്ടാണ് കണ്ടത്. ഫെലിക്സ് ഫെൽറ്റ് ഷോക്ക്. ഇത് കണ്ട് ഫെലിക്സ് ഞെട്ടിപ്പോയി. ഹീ സോ ഹിംസെൽഫ് ഇൻ ദ റിംഗ് ബ്ലാസ്റ്റിംഗ് ആൻ്റോണിയോ അഗൻസ്റ്റ് ദ റോപ്സ്. റിങ്ങിലെ സംരക്ഷണം അതിൽ പോലെ കെട്ടിയിരിക്കുന്ന റോപ്സ് കയറുകൾക്ക് എതിരെ ആൻ്റോണിയോയെ നിർത്തി ബ്ലാസ്റ്റിംഗ്, അവനെ തകർക്കുന്ന ഒരു രംഗം ഫെലിക്സ് ഭാവന. ഹി വാക്ക്ഡ് അപ്പ് സം ഡാർക്ക് സ്ട്രീറ്റ്സ്. ഇരുട്ട് വരണ്ട ആ തെരുവിലൂടെ അല്പം നടക്കാൻ ഫെലിക്സ് തീരുമാനിച്ചു. ഡെസേർട്ടഡ്, ആ തെരുവാകെ വിജനമായിരുന്നു. എക്സെപ്റ്റ് ഫോർ സ്മോൾ പോക്കറ്റ്സ് ഓഫ് വെറി ലുക്കിംഗ് കിഡ്സ് വെയറിംഗ് ഗാങ് കളേഴ്സ്. ചില ഭാഗങ്ങളിൽ ഏതാനും ചെറുപ്പക്കാർ അവരുടെ ഗാങ് കളേഴ്സ്, അവരുടെ ഗ്രൂപ്പിൻ്റെ പ്രത്യേകമായ കളർ ഡ്രസ്സൊക്കെ ധരിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. അതൊഴിച്ചാൽ സ്ട്രീറ്റ് വാസ് ഡെസേർട്ടഡ്, തെരുവ് വിജനമായിരുന്നു. വാക്കിംഗ് ദി സ്ട്രീറ്റ്സ് ഹാഡ് നോട്ട് റിലാക്സ്ഡ് ഹിം. എന്നാൽ തെരുവിലൂടെ ഉള്ള ആ നടത്തം ഫെലിക്സിന് ഒരു റിലാക്സേഷനും ഒരു ആശ്വാസവും നൽകിയില്ല. നീദർ ഹാഡ് ദ ഫൈറ്റ് ഫ്ലിക്ക്. നേരത്തെ ഫൈറ്റ് ഫിലിം കണ്ടപ്പോൾ ആശ്വാസമൊന്നും ലഭിച്ചിരുന്നില്ല. ഓൾ ഇറ്റ് ഹാഡ് ഡൺ വാസ് ടു സ്റ്റിർ ഹിം അപ്പ്. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ മനസ്സാകെ ഇളക്കി മറിക്കുക മാത്രമാണ് ചെയ്തത്. ഹി ലെറ്റ് ഹിംസെൽഫ് ക്വയറ്റ്ലി ഇൻ ടു ഹിസ് ഓൺ ലൂസീസ് അപ്പാർട്ട്മെൻറ്റ് ആൻഡ് വെൻ സ്ട്രൈറ്റ് ടു ബെഡ്. അവസാനം ശാന്തനായിക്കൊണ്ട് ഓൺ ലൂസിയുടെ കെട്ടിടത്തിലേക്ക് തന്നെ അദ്ദേഹം തിരിച്ചു നടന്ന് ആൻഡ് വെൻ സ്ട്രൈറ്റ് ടു ബെഡ്, നേരെ ഉറങ്ങാൻ പോയി. ആൻ്റോണിയോ വാസ് പാസിംഗ് സം ഹെവി ടൈം ഓൺ ഹിസ് റൂഫ് ടോപ്പ്. ഇതേപോലെ ആൻ്റോണിയോയും വളരെ പ്രയാസകരമായ സമയങ്ങളിലൂടെ കടന്നു പോവുകയായിരുന്നു. ഹൗ വുഡ് ദ ഫൈറ്റ് ടുമോറോ അഫക്റ്റ് ഹിസ് റിലേഷൻഷിപ്പ് വിത്ത് ഫെലിക്സ്? നാളത്തെ പോരാട്ടം ഫെലിക്സുമായുള്ള സൗഹൃദ ബന്ധത്തെ എങ്ങനെ ബാധിക്കുമെന്നായിരുന്നു അദ്ദേഹത്തിനെ അലട്ടിയിരുന്ന ചിന്ത. ആഫ്റ്റർ ഓൾ, ഫൈറ്റിംഗ് വാസ് ലൈക്ക് എനി അതർ പ്രൊഫഷൻ. എന്തൊക്കെയായാലും മറ്റേതൊരു പ്രൊഫഷനെ പോലെ തന്നെയാണ് ഫൈറ്റിംഗ്, ബോക്സിംഗ് മത്സരവും. ഫ്രണ്ട്ഷിപ്പ് ഹാഡ് നത്തിങ് ടു ഡു വിത്ത് ഇറ്റ്. സൗഹൃദത്തിനൊന്നും ഇത്തരം മത്സരങ്ങളിൽ, പോരാട്ടങ്ങളിൽ സ്ഥാനമില്ല. ബട്ട് എ നോയിങ് ഡൗട്ട് ക്രെപ്റ്റ് ഇൻ. എന്നാൽ വളരെ രൂക്ഷമായ, പ്രയാസപ്പെടുത്തുന്ന ഒരു സംശയം അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കയറി വന്നു. ഹി കട്ട് നെഗറ്റീവ് തിങ്കിങ് റിയലി ക്വിക്ക് ബൈ ഡൂയിങ് സം സ്പീഡി ഫാൻസി ഡാൻസ് സ്റ്റെപ്സ്. ആൻ്റോണിയോ തൻ്റെ മനസ്സിലേക്ക് കയറുന്ന ചില നെഗറ്റീവ് ചിന്തകൾ ഒഴിവാക്കാൻ വേണ്ടി പ്രത്യേകമായ ചില ഡാൻസ് സ്റ്റെപ്പുകൾ നടത്തി ഒന്ന് നൃത്തം ചെയ്യാൻ തീരുമാനിച്ചു. ഫെലിക്സ്, ഹിസ് അമിഗോ ബ്രദർ, വാസ് നോട്ട് ഗോയിങ് ടു ബി ഫെലിക്സ് അറ്റ് ഓൾ ഇൻ ദ റിംഗ്. ബോക്സിംഗ് റിങ്ങിൽ ഫെലിക്സ് തൻ്റെ ആത്മസുഹൃത്തായ ഫെലിക്സ് ആയിരിക്കില്ല. ജസ്റ്റ് ആൻ ഒപ്പോണൻറ്റ് വിത്ത് അനദർ ഫേസ്. വെറുമൊരു എതിരാളി, മറ്റൊരു മുഖമുള്ള ഒരു എതിരാളി മാത്രമായിരിക്കും. ആൻ്റോണിയോ വെന്റ് ടു സ്ലീപ്പ്. ആൻ്റോണിയോ ഉറങ്ങാൻ പോയി. ലൈക്ക് ഹിസ് ഫ്രണ്ട്, ഹി പ്രേഡ് ഫോർ വിക്ടറി വയ എ ക്വിക്ക് ക്ലീൻ നോക്കൗട്ട് ഇൻ ദ ഫസ്റ്റ് റൗണ്ട്.
തൻ്റെ സുഹൃത്തിനെ പോലെ ആൻ്റോണിയോയും പ്രാർത്ഥിച്ചു. വളരെ പെട്ടെന്നുള്ള ഒരു നോക്കൗട്ടിലൂടെ ആദ്യ റൗണ്ടിൽ തന്നെ തൻ്റെ എതിരാളിയെ ഫെലിക്സിനെ തോൽപ്പിക്കണമെന്ന്, അതിന് സാധ്യമാകണമെന്നുള്ള പ്രാർത്ഥന. ലാർജ് പോസ്റ്റേഴ്സ് പ്ലാസ്റ്റേഡ് ഓൾ ഓവർ ദ വാൾസ് ഓഫ് ലോക്കൽ ഷോപ്സ്. അവിടെ ചുറ്റുവട്ടത്തുള്ള കടകളുടെ, ഷോപ്പുകളുടെയൊക്കെ ചുമരുകളിൽ മത്സരത്തെക്കുറിച്ചുള്ള പോസ്റ്റേഴ്സ്, പരസ്യ പോസ്റ്റേഴ്സ് പതിച്ചു. Announced the fight between Antonio Cruz and Felix Vargas as the main bout. പ്രധാന മത്സരത്തിൽ പങ്കെടുക്കുന്ന ആൻ്റോണിയോ ക്രൂസ്, ഫെലിക്സ് വാർഗാസ് എന്നൊക്കെ അനൗൺസ് ചെയ്തുകൊണ്ടുള്ള മത്സരത്തെക്കുറിച്ചുള്ള പോസ്റ്റേഴ്സ്, പരസ്യങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. The fight had created great interest in the neighborhood. ആ പ്രദേശത്താകെ ഈ ഫൈറ്റിനെ കുറിച്ചുള്ള ചർച്ചകളും ചിന്തകളും വലിയ താല്പര്യം എല്ലാവരിലും ഉയർത്തിയിരുന്നു. ആൻ്റോണിയോ ആൻഡ് ഫെലിക്സ് were well liked and respected. മത്സരാർത്ഥികളായ ആൻ്റോണിയോ ആൻഡ് ഫെലിക്സ് ഇവരെ എല്ലാവരും ഇഷ്ടപ്പെട്ടു, ആദരിച്ചു. ഈച്ച് ഹാഡ് ഹിസ് ഓൺ ലോയൽ ഫോളോയിങ്. ഓരോരുത്തർക്കും അവരുടേതായ വിശ്വസ്തരായ ഫോളോവേഴ്സ് ഓർ ഫാൻസ്, ആരാധകരും ഉണ്ടായിരുന്നു. The fight was scheduled to take place in Tompkins Square Park. ടോംകിൻസ് സ്ക്വയർ പാർക്കിലാണ് മത്സരം നടക്കേണ്ടത്. The morning of the fight, Tompkins Square was a beehive of activity. മത്സരത്തിൻ്റെ ആ പുലർച്ചെ പാർക്കാകെ ഒരു ബീഹൈവ്, വളരെ ബിസി ഏരിയ, തിരക്ക് പിടിച്ച ഒരു പ്രദേശമായി മാറി. With numerous workers setting up the ring, the seats and the guest speakers stand. ധാരാളം തൊഴിലാളികൾ റിംഗ് ഒരുക്കുന്നതിലും അവിടെയുള്ള ഇരിപ്പിടങ്ങൾ എല്ലാം തയ്യാറാക്കുന്നതിലും, ആൻഡ് ദ ഗസ്റ്റ് സ്പീക്കേഴ്സ് സ്റ്റാൻഡ്, അതിഥികളായിട്ട് വരുന്ന ആളുകളുടെ പ്രസംഗപീഠങ്ങൾ, അതുപോലെ തന്നെ അനൗൺസ്മെൻറ്റ് പോസ്റ്റ്, ഇതെല്ലാം തയ്യാറാക്കുന്ന ധാരാളം തൊഴിലാളികൾ കൊണ്ട് ആ പാർക്കാകെ ഒരു ബീഹൈവ്, ബിസി പ്ലേസായി മാറി. ദ ഷെഡ്യൂൾഡ് ബോട്ട് ബിഗാൻ ഷോർട്ട്ലി ആഫ്റ്റർ നൂൺ. ഉച്ചയ്ക്ക് ശേഷം ഉടനെ തന്നെ ആദ്യ മത്സരം ആരംഭിച്ചു. അങ്ങനെയായിരുന്നു ഷെഡ്യൂൾ ചെയ്തിരുന്നത്. ആൻഡ് ദ പാർക്ക് ഹാഡ് ബിഗൺ ഫില്ലിംഗ് അപ്പ് ഈവൻ ഏർലിയർ. എന്നാൽ പാർക്ക് അതിനു മുമ്പ് തന്നെ ആളുകളെ കൊണ്ട് നിറഞ്ഞ് കവിഞ്ഞിരുന്നു. ദ വെയിറ്റിംഗ് ടൈം വാസ് ഓവർ. കാത്തിരിപ്പിൻ്റെ സമയം കഴിഞ്ഞു. ഫെലിക്സ് വാസ് എസ്കോർട്ടഡ് ഫ്രം ദ ക്ലാസ് റൂം ബൈ എ ഡസൻ ഫാൻസ് ഇൻ വൈറ്റ് ടീഷർട്ട്സ്. ഒരു ഡസനോളം ഫാൻസിൻ്റെ ഗമ്പടിയോടുകൂടി അവരെല്ലാവരും വൈറ്റ് ടീഷർട്ട് അണിഞ്ഞിരിക്കുന്നു. ഫെലിക്സ് ഗോദയിലേക്ക് ഇറങ്ങി വന്നു. Antonio was escorted down a different stairwell and guided through a roped-off paths. കയറുകെട്ടി വേർതിരിച്ച ഒരു വഴിയിലൂടെ ആൻ്റോണിയോയും ഇറങ്ങി വന്ന് ഗോദയിലേക്കെത്തി. As the two climbed into the ring, the crowd exploded with a roar. ജനങ്ങളാകെ ആർപ്പ് വിളിക്കൂട്ടി. ഇവർ രണ്ടുപേരും ഗോദയിലേക്കെത്തിയപ്പോൾ Antonio and Felix both bowed gracefully and then raised their hands in acknowledgement. ആൻ്റോണിയോയും ഫെലിക്സും ഓഡിയൻസിനെ വണങ്ങി, തലകുമ്പിട്ട് വണങ്ങി, കൈകൾ ഉയർത്തി അവരുടെ ആദരത്തിന് അംഗീകാരം നൽകി. ആൻ്റോണിയോ tried to be cool. ആൻ്റോണിയോ വളരെ ശാന്തനാകാൻ ശ്രമിച്ചു. He turned slowly to meet Felix's eyes, looking directly into his. ആൻ്റോണിയോ ഫെലിക്സിൻ്റെ മുഖത്തേക്ക് വളരെ ശാന്തനായി നേരെ അവൻ്റെ കണ്ണുകളിലേക്കൊന്ന് നോക്കാൻ ശ്രമിച്ചു. ഫെലിക്സ് nodded his head and Antonio responded. ഫെലിക്സ് തലയാട്ടി. അതിന് ആൻ്റോണിയോയും അതേ രൂപത്തിൽ പ്രതികരിച്ചു. ബോങ് ബോങ് ബോങ്. മത്സരം തുടങ്ങാനുള്ള മണി മുഴങ്ങി. The roar turned to stillness. ജനങ്ങളുടെ ആർപ്പുവിളി ശാന്തതയിലേക്ക് വഴിമാറി. Ladies and gentlemen, the announcer spoke slowly. Now is the moment we have all been waiting for. The main event between two fine young Puerto Rican fighters. അനൗൺസറുടെ ശബ്ദം മുഴങ്ങിക്കേട്ടു. ഇതാ നാം കാത്തിരുന്ന സമയമായി. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, മത്സരം ഇതാ നടക്കാൻ പോകുന്നു. ദ മെയിൻ ഇവൻറ്റ് ബിറ്റ്വീൻ ടു ഫൈൻ യങ് പോർട്ടോറിക്കൻ ഫൈറ്റേഴ്സ്. രണ്ട് ചെറുപ്പക്കാരായ പോർട്ടോറിക്കൻ പോരാളികളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഇൻ ദിസ് കോർണർ വെയിങ് 134 pounds, ഫെലിക്സ് വാർഗാസ്. ഇതാ ഈ വശത്ത് 134 pounds വെയ്റ്റുള്ള, 134 here means
ഓൾമോസ്റ്റ് 61 കിലോഗ്രാം 61 കിലോഗ്രാം ഭാരമുള്ള 134 പൗണ്ട്സ് ഭാരമുള്ള ഫെലിക്സ് വേഗാസ് ആണ് ഈ വശത്ത്. ആൻഡ് ഇൻ ദിസ് കോർണർ, മറുവശത്ത് വെയിങ് 133 പൗണ്ട്സ് ആന്റോണിയോ ക്രൂസ്. അനൗൺസർ പോരാളികളെ, ഫൈറ്റേഴ്സിനെ പരിചയപ്പെടുത്തുകയാണ്. 134 പൗണ്ട്സ് ഇറ്റ് ഈസ് ഈക്വൽ ടു 60 കിലോഗ്രാംസ്. ആന്റോണിയോ ക്രൂസ് മറുവശത്തുമുണ്ട്. The winner will represent the boys club in the tournament of champions. ചാമ്പ്യൻസ് ടൂർണമെൻറ്റിൽ ബോയ്സ് ക്ലബിനെ പ്രതിനിധീകരിക്കുന്നത് ഇന്നത്തെ ഈ മത്സരത്തിലെ വിജയിയായിരിക്കും. ചാമ്പ്യൻഷിപ്പ് മത്സരം ദ ഗോൾഡൻ ഗ്ലൗസ്. There will be no draw. ഈ മത്സരത്തിൽ ഡ്രോ ഇല്ല. May the best man win. ഏറ്റവും നന്നായി പ്രകടനം കാഴ്ചവെക്കുന്ന ആൾ വിജയിക്കട്ടെ. അനൗൺസർ അനൗൺസ്മെൻറ്റ് മുഴക്കി. The cheering of the crowd shook the window panes of the old buildings surrounding Tompkins Square Park. ടോംകിൻസ് സ്ക്വയർ പാർക്കിലെ പഴയ കെട്ടിടങ്ങളുടെ ജനൽപ്പാളികൾ ജനങ്ങളുടെ ആവേശത്തിൽ പ്രകമ്പനം കൊണ്ടു. At the center of the ring, the referee was giving instructions to the youngsters. പോരാളികളായ ചെറുപ്പക്കാർക്ക് റിങ്ങിൻ്റെ മധ്യത്തിലേക്ക് വിളിച്ച് റഫറി നിർദ്ദേശങ്ങൾ നൽകി. Keep your punches up. ശരീരത്തിൻ്റെ മുകൾ ഭാഗത്തിലേക്കായിരിക്കണം നിങ്ങളുടെ പഞ്ച്, ഇടി. നോ ലോ ബ്ലോസ്. ശരീരത്തിൻ്റെ താഴ്ഭാഗത്തേക്ക് ഇടിക്കരുത്. നോ പഞ്ചിങ് ഓൺ ദ ബാക്ക് ഓഫ് ദി ഹെഡ്. എതിരാളിയുടെ തലയ്ക്ക് പിറകെ ഇടിക്കരുത്. കീപ് യുവർ ഹെഡ്സ് അപ്പ്. എപ്പോഴും തല ഉയർത്തിപ്പിടിക്കുക. അണ്ടർസ്റ്റാൻഡ്? റഫറി ചോദിച്ചു. ലെറ്റ്സ് ഹാവ് എ ക്ലീൻ ഫൈറ്റ്. നല്ല സത്യസന്ധമായ ഒരു ക്ലീൻ ഫൈറ്റാണ് ഇവിടെ കാഴ്ചവെക്കേണ്ടത്. നോ ഷെയ്ക്ക് ഹാൻഡ്സ് ആൻഡ് കം ഔട്ട് ഫൈറ്റിംഗ്. പരസ്പരം കൈകൊടുത്ത മത്സരത്തിന് തയ്യാറാവുക, റഫറി പറഞ്ഞു. ബോത്ത് യങ്സ്റ്റേഴ്സ് ടച്ച്ഡ് ഗ്ലൗസ് ആൻഡ് നോഡഡ്. രണ്ട് ചെറുപ്പക്കാരും അവരുടെ ഗ്ലൗസൊക്കെ ഒന്ന് സ്പർശിച്ച് തലയാട്ടി. ദേ ടേൺഡ് ആൻഡ് ഡാൻസ് ക്വിക്ക്ലി ടു ദെയർ കോർണേഴ്സ്. അവർ തിരിഞ്ഞ് വളരെ പെട്ടെന്ന് അവരുടെ കോർണറുകളിലേക്ക് നീങ്ങി. Danced here means walked, stepped. Bong mong, round 1. ഒന്നാം റൗണ്ടിൻ്റെ മണിമുഴങ്ങി. ഫെലിക്സ് ആൻഡ് അന്റോണിയോ turned and faced each other squarely in a fighting pose. വളരെ ശക്തമായി തന്നെ ഒരു ഫൈറ്റിംഗ് പോസിലേക്ക് രണ്ടുപേരും, ഫെലിക്സും അന്റോണിയോയും, അവരുടെ മുഖമൊക്കെ ഇപ്പോൾ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റിലേക്ക് മാറിയിട്ടുണ്ട്. ഫെലിക്സ് വേസ്റ്റഡ് നോ ടൈം. ഫെലിക്സാണ് ആദ്യ ചുവട് വെച്ചത്. സമയം പാഴാക്കിയില്ല. ഹി കെയിം ഇൻ ഫാസ്റ്റ്, ഹെഡ് ലോ. തല താഴ്ത്തിക്കൊണ്ട് വളരെ വേഗം മുന്നോട്ട് വന്നു. ഹാഫ് ഹഞ്ച്ഡ് ടുവാർഡ്സ് ഹിസ് റൈറ്റ് ഷോൾഡർ. തൻ്റെ വലത് ഷോൾഡറിലേക്ക് പകുതി കുനിഞ്ഞുകൊണ്ട്, ഹാഫ് ഹഞ്ച്ഡ്, പകുതി ചരിഞ്ഞുകൊണ്ട്. ആൻഡ് ലാസ്റ്റ് ഔട്ട് വിത്ത് എ സ്ട്രൈറ്റ് ലെഫ്റ്റ്. എന്നിട്ട് വളരെ വേഗം ലാസ്റ്റ്, സ്ട്രക്ക്, ഇടിച്ചു, ഒരു ലെഫ്റ്റ്, ഇടത് കൈകൊണ്ടുള്ള ഒരു പ്രഹരം ഏൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഫെലിക്സാണ് മുന്നോട്ട് വന്നത്. ഹി മിസ്ഡ് എ റൈറ്റ് ക്രോസ്. ഫെലിക്സ് ഒരു റൈറ്റ് പഞ്ചിങ് നടത്താൻ ശ്രമിച്ചു. ബട്ട് ഹി മിസ്ഡ് ഇറ്റ്. എന്നാൽ അത് നഷ്ടമായി. ആസ് അന്റോണിയോ സ്ലിപ്പ് ദ പഞ്ച്. കാരണം അന്റോണിയോ വളരെ സമർത്ഥമായി ആ പഞ്ചിങ് സ്ലിപ്പ് ചെയ്തു, തെന്നിമാറി ഒഴിവാക്കി. മാത്രമല്ല, ആൻഡ് കൗണ്ടേർഡ് വിത്ത് 3 ലെഫ്റ്റ്സ് ദാറ്റ് സ്നാപ്ഡ് ഫെലിക്സസ് ഹെഡ് ബാക്ക്. ഫെലിക്സിൻ്റെ തല പിറകോട്ട് തള്ളും പ്രകാരം തുടരെയുള്ള 3 ലെഫ്റ്റ് പഞ്ചുകൾ അന്റോണിയോ ഫെലിക്സിന് നേരെ തൊടുത്തുവിട്ടു. സെൻഡിങ് എ മൈൽഡ് ഷോക്ക് കോഴ്സിങ് ത്രൂ ഹിം. അത് ഏറ്റുകൊണ്ട് ഫെലിക്സിൻ്റെ ശരീരത്തിൽ ഒരു ഷോക്കേറ്റ പോലെ ഒരു അനുഭവം ഫെലിക്സിനുണ്ടായി. ഇഫ് ഫെലിക്സ് ഹാഡ് എനി സ്മോൾ ഡൗട്ട് അബൌട്ട് ദെയർ ഫ്രണ്ട്ഷിപ്പ് എഫക്റ്റിംഗ് ദെയർ ഫൈറ്റ്. എപ്പോഴെങ്കിലും ഫെലിക്സിന് ഒരു സംശയമുണ്ടായിരുന്നെങ്കിൽ, തങ്ങളുടെ സൗഹൃദം തങ്ങളുടെ മത്സരത്തെ ബാധിക്കുമെന്നൊരു സംശയമുണ്ടായിരുന്നുവെങ്കിൽ, ഇറ്റ് വാസ് ബീയിങ് നീറ്റ്ലി ഡിസ്പെൽഡ്. ഇപ്പോൾ തുടരെയുള്ള ഈ ഇടി കൊണ്ട് ഫെലിക്സിന് ആ സംശയമൊക്കെ മാറിയിരിക്കും. തികച്ചും അവർ അപരിചിതരെ പോലെയായിരുന്നു ബോക്സിംഗ് റിങ്ങിൽ അന്റോണിയോ പെരുമാറിയത്. അന്റോണിയോസ് ലെഫ്റ്റ് ഹാൻഡ് വാസ് ലൈക്ക് എ പിസ്റ്റൺ പമ്പിങ് ജാബ്സ് വൺ റൈറ്റ് ആഫ്റ്റർ അനദർ. ഒന്നിനു പിറകെ മറ്റൊന്നെന്ന രൂപത്തിൽ അന്റോണിയോയുടെ ഇടതുകരം ഒരു പിസ്റ്റൺ പോലെ പഞ്ചിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിത്ത് സീമിങ് ഈസ്, വളരെ എളുപ്പത്തിൽ. ഫെലിക്സ് ബോബ്ഡ് ആൻഡ് വീവ്ഡ്.
ആൻഡ് നെവർ സ്റ്റോപ്ഡ് ബോറിങ് ഇൻ. എന്നാൽ ഫെലിക്സും തന്നെ ഒട്ടും പിന്മാറിയില്ല. ഹി ഓൾസോ ബോബ്ഡ്, പഞ്ച്ഡ്, തുടരെ അയാളും പഞ്ചിങ് നടത്തി. ആൻഡ് വീവ്ഡ്, ശരീരം ഒരു വശത്തേക്ക് തെന്നിമാറി എതിരാളിയുടെ പഞ്ചിങ്ങിൽ നിന്നും രക്ഷ നേടാനും ശ്രമിച്ചു. ആൻഡ് നെവർ സ്റ്റോപ്ഡ് ബോറിങ് ഇൻ, മുന്നോട്ടുള്ള കുതിപ്പ് ഒരിക്കലും നിർത്തിയില്ല. ഹി ന്യൂ ദാറ്റ് അറ്റ് എ ലോങ് റേഞ്ച് ഹി വാസ് അറ്റ് എ ഡിസഡ്വാൻറ്റേജ്. ഫെലിക്സിന് അറിയാമായിരുന്നു ലോങ് റേഞ്ച് പഞ്ചിങ്ങിൽ, അകലെ നിന്നുകൊണ്ടുള്ള പഞ്ചിങ്ങിൽ ഫെലിക്സിന് അല്പം ഡിസഡ്വാൻറ്റേജ്, ചില പോരായ്മകൾ ഉണ്ടെന്ന്. കാരണം അദ്ദേഹത്തിൻ്റെ ശരീരപ്രകൃതി കുറച്ച് കുറിയ ഒന്നായിരുന്നല്ലോ. ആൻ്റോണിയോ ഹാഡ് ടു മച്ച് റീച്ച് ഓൺ ഹിം. ആൻ്റോണിയോക്കാണെങ്കിൽ ഫെലിക്സിന് നേരെ ഒരുപാട് എത്തിപ്പിടിക്കാനും കഴിയും. കാരണം ഹി വാസ് ലാങ്കി, നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. അല്പം ടോൾ ആൻഡ് സ്ലിം ആണ്, കൈകാലുകൾക്ക് നല്ല നീളമുണ്ട്. ഓൺലി ബൈ കമ്മിങ് ഇൻ ക്ലോസ് കുഡ് ഫെലിക്സ് ഹോപ്പ് ടു അച്ചീവ് ദ ഡ്രീംഡ് ഓഫ് നോക്ക് ഔട്ട്. വളരെ അരികെ ചെന്നുകൊണ്ട് ക്ലോസ് ചെയ്തുകൊണ്ട് പഞ്ചിങ് നടത്തിയാൽ മാത്രമേ ഫെലിക്സിന് താൻ ലക്ഷ്യം വെച്ച, താൻ സ്വപ്നം കണ്ട ഈസി നോക്ക് ഔട്ട്, വളരെ എളുപ്പത്തിലുള്ള വിജയം സാധ്യമാകുമായിരുന്നുള്ളൂ. ആൻ്റോണിയോ ന്യൂ ദ ഡൈനമൈറ്റ് ദാറ്റ് വാസ് സ്റ്റോർഡ് ഇൻ ഹിസ് അമിഗോ ബ്രദേഴ്സ് ഫിസ്റ്റ്. തൻ്റെ ആത്മസുഹൃത്തായ ഫെലിക്സിൻ്റെ മുഷ്ടിക്കുള്ളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡൈനമൈറ്റ് പവർ എത്രത്തോളം ഉണ്ടെന്ന് ആൻ്റോണിയോക്ക് നല്ലവണ്ണം അറിയാം. ഹി ഡക്ഡ് എ ഷോർട്ട് റൈറ്റ്. തനിക്കെതിരെ വന്ന ഒരു റൈറ്റ് പഞ്ച് വളരെ സമർത്ഥമായി ഡക്ട്, ലോവേഡ് ഹിസ് ബോഡി, ശരീരം കുനിച്ചുകൊണ്ട് അത് ഒഴിവാക്കി. ആൻഡ് മിസ്ഡ് എ ലെഫ്റ്റ് ഹുക്ക്. എന്നാൽ ഇടത് കരം കൊണ്ട് ആൻ്റോണിയോ പ്രഹരിച്ചത് നഷ്ടപ്പെടുകയും ചെയ്തു. ഫെലിക്സ് trapped him against the ropes just long enough to pour some punishing rights and lefts to Antonio's hard midsection. ഇതിനിടയ്ക്ക് ഫെലിക്സ് വളരെ സമർത്ഥമായി തന്നെ ആൻ്റോണിയോയെ റിങ്ങിലെ റോപ്പിലേക്ക് ചാരി നിർത്തിക്കൊണ്ട് തുടരെ റൈറ്റ് പഞ്ചസ് ആൻഡ് ലെഫ്റ്റ് പഞ്ചസ് ആൻ്റോണിയോയുടെ മിഡ് സെക്ഷൻ, ശരീരത്തിൻ്റെ വയറുഭാഗത്തേക്ക് ഏൽപ്പിച്ചുകൊണ്ടിരുന്നു. ആൻ്റോണിയോ സ്ലിപ്ഡ് അവേ ഫ്രം ഫെലിക്സ്. എന്നാൽ ആൻ്റോണിയോ വളരെ സമർത്ഥമായി തന്നെ ഫെലിക്സിൽ നിന്നും തെന്നിമാറി. ക്രാഷിംഗ് 2 ലെഫ്റ്റ്സ് ടു ഹിസ് ഹെഡ്. അതോടൊപ്പം തന്നെ 2 ലെഫ്റ്റ് പഞ്ചുകൾ ഫെലിക്സിൻ്റെ തലക്ക് ഏൽപ്പിക്കുകയും ചെയ്തു. വിച്ച് സെറ്റ് ഫെലിക്സസ് റൈറ്റ് ഇയർ റിങ്ങിങ്. അത് ഏറ്റുകൊണ്ട് ഫെലിക്സിൻ്റെ വലത് ചെവി ശക്തമായി റിങ്ങിങ്, അതിൽ ചെവിയിൽ ബെല്ലടിക്കുന്ന പോലെ, ചെവിയിൽ ശബ്ദം കേൾക്കുന്ന പോലെ ഫെലിക്സിന് തോന്നി. ഫെലിക്സ് വാക്ക്ഡ് ബ്രിസ്ക്ലി ബാക്ക് ടു ഹിസ് കോർണർ. അല്പം കഴിഞ്ഞ് ഫെലിക്സ് വളരെ ബ്രിസ്ക്ലി, ആക്റ്റീവായിക്കൊണ്ട് തന്നെ തൻ്റെ മൂലയിലേക്ക് നടന്നു നീങ്ങി. ആൻ്റോണിയോ ഗ്രേസ്ഫുള്ളി ഡാൻസ് ഹിസ് വേ ടുവാർഡ്സ് ഹിസ് സ്റ്റൂൾ. ആൻ്റോണിയോയും തൻ്റെ ഇരിപ്പിടം ലക്ഷ്യമാക്കി വളരെ ഗ്രേസ്ഫുള്ളായിട്ട് തന്നെ, സമർത്ഥമായി തന്നെ നടന്നു നീങ്ങി. ബോങ് ബോങ് റൗണ്ട് 2. ആദ്യ റൗണ്ട് കഴിഞ്ഞ് രണ്ടാം റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള ബെല്ലടിച്ചു. ഫെലിക്സ് വാസ് ഓഫ് ഹിസ് സ്റ്റൂൾ ആൻഡ് റഷ് ടു ആൻ്റോണിയോ ലൈക്ക് ബുൾ. ഉടനെ തന്നെ ഫെലിക്സ് തൻ്റെ ഇരിപ്പിടം വിട്ട് ആൻ്റോണിയോയുടെ നേരെ ഒരു ബുൾ, ഒരു കാളക്കൂറ്റനെ പോലെ കുതിച്ചു പാഞ്ഞു. സെൻഡിങ് എ ഹാർഡ് റൈറ്റ് ടു ഹിസ് ഹെഡ്. വളരെ ശക്തമായി തന്നെ ആൻ്റോണിയോയുടെ തല ലക്ഷ്യമാക്കി ഒരു റൈറ്റ് പഞ്ചിങ് നടത്തി. ആൻ്റോണിയോ ഹേർട്ട് സെൻഡ് ബാക്ക് എ ബ്ലറിങ് റാഷ് ഓഫ് ലെഫ്റ്റ്സ് ആൻഡ് റൈറ്റ്സ്. ആൻ്റോണിയോക്ക് ശരിക്കും വേദനിച്ചു. അതുകൊണ്ട് തന്നെ തിരിച്ചുള്ള ലെഫ്റ്റ്സ് ആൻഡ് റൈറ്റ്സ് പഞ്ചുകളുടെ ഒരു ബറാഷ്, ഒരു മാലപ്പടക്കം, തുടരെയുള്ള സീരീസ് ഓഫ് ബ്ലോസ് കാഴ്ചവെച്ചുകൊണ്ടായിരുന്നു ആൻ്റോണിയോ പ്രതികരിച്ചത്. ദാറ്റ് ഓൺലി മെൻ പെയിൻ ടു ഫെലിക്സ്. ഫെലിക്സിനും അല്പം വേദന നൽകാൻ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയായിരുന്നു ആ ബറാഷ് ഓഫ് ബ്ലോസ്. ഫെലിക്സ് ബോബ്ഡ് ആൻഡ് വീവ്ഡ്. ഫെലിക്സും തുടരെ പഞ്ചിങ് നടത്തി. ആൻഡ് വീവ്ഡ്, ചിലതെല്ലാം ശരീരം വളച്ചുകൊണ്ട് ഒഴിവാക്കുകയും ചെയ്തു. ബോബ്ഡ് ആൻഡ് വീവ്ഡ്, ഇത് തന്നെ തുടർന്നു. ഒക്കേഷണലി പഞ്ചിങ് ഹിസ് 2 ഗ്ലൗസ് ടുഗദർ. ഇതിനിടയ്ക്ക് തൻ്റെ 2 ഗ്ലൗസും പരസ്പരം കൂട്ടിയിടിച്ചുകൊണ്ട് ഫെലിക്സ് ഇടിക്കുകയും ഇടി മാറുകയും ചെയ്യുന്ന പ്രവൃത്തി തുടർന്നു. ആൻ്റോണിയോ വെയിറ്റഡ് ഫോർ ദ റഷ് ദാറ്റ് വാസ് ഷുവർ ടു കം. ഫെലിക്സിൽ നിന്നും തുടരെയുള്ള പഞ്ചുകൾ വരുന്നതും പ്രതീക്ഷിച്ച് ആൻ്റോണിയോ കാത്തിരുന്നു. ഫെലിക്സ് ക്ലോസ്ഡ് ഇൻ. ഫെലിക്സ് അല്പം കൂടെ ആൻ്റോണിയോയുടെ അരികേക്ക് നീങ്ങിക്കൊണ്ട് ഫെയിൻറ്റഡ്, ഒരു ഫാൾസ് മൂവ്മെൻറ്റ്,
വലതുവശത്തേക്ക് അടിക്കുന്ന പോലെ നിന്നുകൊണ്ട് ഇടതുവശം ചെരിഞ്ഞു മാറുന്ന ഒരു ഫെയിൻറ്റ് മൂവ്മെൻറ്റ് നടത്തി. ഫെയിൻറ്റ് വിത്ത് ഹിസ് ലെഫ്റ്റ് ഷോൾഡർ, തൻ്റെ ഇടത് ഷോൾഡർ ചരിച്ചുകൊണ്ട് ഒരു ഫെയിൻറ്റിങ് മൂവ്മെൻറ്റ് നടത്തി. ആൻഡ് ത്രൂ എ റൈറ്റ് ഇൻസ്റ്റഡ്, എന്നിട്ട് ഇടതുവശത്തിനു പകരം വലതുവശത്തേക്ക് ശക്തമായ ഒരു പ്രഹരമേൽപ്പിച്ചു. റൈറ്റ്സ് ടു ദ ബോഡി, ലെഫ്റ്റ് ടു ദ ഹെഡ്, ശരീരത്തിലേക്ക് വലത് പഞ്ചിങ്ങും ഹെഡിലേക്ക് ലെഫ്റ്റ് പഞ്ചിങ്ങും ഇതായിരുന്നു അവിടെ നടന്നിരുന്നത്. തുടരെ നീദർ ഫൈറ്റർ വാസ് ഗിവിങ് ആൻ ഇഞ്ച്, രണ്ട് ഫൈറ്റേഴ്സും ഒരു ഇഞ്ച് പോലും വിട്ടുകൊടുത്തില്ല. സഡൻലി എ ഷോർട്ട് റിംഗ് കോട്ട് അന്റോണിയോ സ്ക്വയർലി ഓൺ ദ ചിൻ, പെട്ടെന്നാണ് ഒരു ഷോർട്ട് റൈറ്റ്, വളരെ അടുത്ത് നിന്നുള്ള ഒരു റൈറ്റ് സൈഡ് പഞ്ചിങ് അന്റോണിയോയുടെ ചിൻ, താടിയല് ലക്ഷ്യമാക്കി ഫെലിക്സ് നൽകിയത്. ഹിസ് ലോങ് ലെഗ്സ് ടേൺഡ് ടു ജെല്ലി, അന്റോണിയോയുടെ നീണ്ട കാലുകൾ ജെല്ലി പോലെ, ഒരു കുഴമ്പ് പോലെ പരുവത്തിൽ തളർന്നുപോയി. ആൻഡ് ഹിസ് ആംസ് ഫ്ലെയിൽഡ് ഔട്ട് ഡെസ്പറേറ്റ്ലി, അദ്ദേഹത്തിൻ്റെ കൈകൾക്ക് ബലമില്ലാതെ, അത് നിയന്ത്രണമില്ലാതെ ഇങ്ങനെ ചലിക്കുന്ന പോലെ, ആകെ തളർന്ന പോലെയായി. ഫെലിക്സ് ഗ്രൗണ്ടിൻ ലൈക്ക് എ ബുൾ, ഒരു കാളയെപ്പോലെ മുരണ്ടുകൊണ്ട് ഫെലിക്സ് ത്രൂ വൈൽഡ് പഞ്ചസ് ഫ്രം എവറി ഡിറക്ഷൻ, ഓരോ ഭാഗത്തു നിന്നും വളരെ ശക്തമായ പ്രഹരം അന്റോണിയോയുടെ ശരീരത്തിലേക്ക് ഏൽപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അന്റോണിയോ ഗ്രോഗി, എന്നാൽ അന്റോണിയോ വളരെ ക്ഷീണിതനായിക്കൊണ്ടിരിക്കുന്നു. ഗ്രോഗി മീൻസ് വീക്കെൻഡ്, ഇപ്പോൾ തളരുന്ന പോലെയായി. എന്നിരുന്നാലും ബോബ്ഡ് ആൻഡ് വീവ്ഡ്, ശക്തമായി പഞ്ചിങ്ങുകൾ ഏൽപ്പിക്കുന്നു. അതോടൊപ്പം തനിക്കെതിരെ വരുന്ന പഞ്ചിങ്ങുകൾ വീവ്ഡ്, അവോയ്ഡഡ്, അതെല്ലാം തെന്നിമാറി ഒഴിവാക്കിക്കൊണ്ടും ഇരിക്കുന്നു. ഇവേഡിങ് മോസ്റ്റ് ഓഫ് ദ ബ്ലോസ്, ഇപ്പോൾ മുന്നോട്ട് കയറി അന്റോണിയ പഞ്ച് ചെയ്യുന്നില്ല, പകരം തനിക്കെതിരെ വരുന്ന ബ്ലോസ് എല്ലാം തന്നെ ഇവേഡിങ്, അത് ഒഴിവാക്കാനുള്ളൊരു ശ്രമമാണ് നടത്തുന്നത്. സഡൻലി ഹിസ് ഹെഡ് ക്ലിയർഡ്, പെട്ടെന്ന് തനിക്ക് ബോധം വന്നു, തൻ്റെ ഹെഡ് ശക്തമായിട്ട് ക്ലിയർഡ്. ഹിസ് ലെഫ്റ്റ് ഫ്ലാഷ്ഡ് ഔട്ട് ഹാർഡ് ആൻഡ് സ്ട്രൈറ്റ്, തൻ്റെ ഇടത് കൈകൊണ്ട് ശക്തമായൊരു പഞ്ചിങ് മുന്നോട്ട് ഫെലിക്സിന് നേരെ തൊടുത്തുവിട്ടു. കാച്ചിങ് ഫെലിക്സ് ഓൺ ദ ബ്രിഡ്ജ് ഓഫ് ഹിസ് നോസ്, ആ ലെഫ്റ്റ് പഞ്ച് ഫെലിക്സിൻ്റെ മൂക്കിൻ്റെ പാലത്തെയാണ് പിടികൂടിയത്. മൂക്കിൻ്റെ ബ്രിഡ്ജ് ഓഫ് ഹിസ് നോസ്, മൂക്കിൽ തന്നെ അതേറ്റു. ഇൻ എ ഫോർ ഫെലിക്സ് ഹേർഡ് ദ റോറിങ് ഓഫ് ദ ക്രൗഡ്, ഈ പഞ്ചിങ് കണ്ട് ജനങ്ങൾ ആർപ്പുവിളി കൂട്ടുന്നത് ഒരു ഫോഗിലെ പോലെ, ഒരു മൂടൽ മഞ്ഞ് പോലെ അവ്യക്തമായിട്ട് ഫെലിക്സിന് കേൾക്കാൻ സാധിച്ചു. അത്രത്തോളം ശക്തമായിരുന്നു ആ മൂക്കിലേറ്റ പഞ്ചിങ്. ഹു സീം ടു ഹാവ് ഗോൺ ഇൻസെയിൻ, ആ ജനങ്ങളാകെ ഭ്രാന്ത് പിടിച്ച പോലെയായിരിക്കുകയാണ്. ഹിസ് ഹെഡ് ക്ലിയർ ടു ഹിയർ ദ ബെൽ സൗണ്ട്, എന്നാൽ അല്പം കഴിഞ്ഞാൽ തൻ്റെ കാതുകളിൽ ബെല്ലടിക്കുന്ന ആ ശബ്ദം വ്യക്തമായി തന്നെ ഫെലിക്സ് കേട്ടു. അറ്റ് ദി എൻഡ് ഓഫ് ദ റൗണ്ട്, ആ രണ്ടാം റൗണ്ടിൻ്റെയും അവസാന ബെൽ മുഴങ്ങി. ഹിസ് ട്രെയിനർ സാറ്റ് ഹിം ഡൗൺ ഓൺ ദ സ്റ്റൂൾ, ഫെലിക്സിൻ്റെ ട്രെയിനർ അദ്ദേഹത്തെ ഒരു സ്റ്റൂളിൽ കൊണ്ടിരുത്തി. ഇൻ ഹിസ് കോർണർ അന്റോണിയോ വാസ് ഡൂയിങ് വാട്ട് ഓൾ ഫൈറ്റേഴ്സ് ഡു വെൻ ദേ ആർ ഹാർട്ട്, മറ്റൊരു മൂലയിൽ അന്റോണിയോ സാധാരണ ഫൈറ്റേഴ്സ് എന്താണോ ചെയ്യുന്നത് അത് തന്നെ ചെയ്യുകയായിരുന്നു. ദേ സിറ്റ് ആൻഡ് സ്മൈൽ അറ്റ് എവരി വൺ, അവിടെയുള്ള മറ്റുള്ളവരെ നോക്കി പുഞ്ചിരിക്കും. വേദനിക്കുമ്പോഴും പുഞ്ചിരിക്കുന്ന ആ പ്രകടനം തന്നെയാണ് അന്റോണിയോയും കാഴ്ചവെച്ചത്. ദ റഫറി സിഗ്നൽഡ് ദ റിംഗ് ഡോക്ടർ ടു ചെക്ക് ദ ഫൈറ്റേഴ്സ് ഔട്ട്, റഫറി മത്സരത്തിലെ മത്സരാർത്ഥികളെ പരിശോധിക്കുന്ന റിംഗ് ഡോക്ടർക്ക് സിഗ്നൽ നൽകി ഇവരെ പരിശോധിക്കാൻ വേണ്ടി. ഹി ഡിഡ് സോ ആൻഡ് ദെൻ ഗവ് ഹിസ് ഓക്കെ, ഡോക്ടർ വന്ന് പരിശോധിച്ചു, അവസാനം ഓക്കെ നൽകി. ദ കോൾഡ് വാട്ടർ സ്പോഞ്ചേഴ്സ് ബ്രോട്ട് ക്ലാരിറ്റി ടു ബോത്ത് അമിഗോ ബ്രദേഴ്സ്, തണുത്ത വെള്ളം നിറച്ച സ്പോഞ്ച് മുഖത്തും ശരീരത്തിലുമൊക്കെ തടവിക്കൊണ്ട് അവർക്ക് അമിഗോ ബ്രദേഴ്സിന് കൂടുതൽ ക്ലാരിറ്റി, വ്യക്തത നൽകി. ദേ വർ റബ്ഡ് അൺടിൽ ദെയർ സർക്കുലേഷൻ റാൻ ഫ്രീ, അവരുടെ ശരീരത്തിൽ ആ കോൾഡ് വാട്ടർ സ്പോഞ്ച് കൊണ്ട് റബ്ഡ്, തടവി അവരുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ ശരിയാം വിധം വരുത്തി. ബോങ് റൗണ്ട് 3, മൂന്നാം റൗണ്ടിൻ്റെ ബെല്ലും അടിച്ചു. ദ ഫൈനൽ റൗണ്ട്, ഇത് അവസാന റൗണ്ടാണ്. അപ് ടു നൗ ഇറ്റ് ഹാഡ് ബീൻ ടിക് ടാക് ടോ പ്രെറ്റി മച്ച് ഈവൻ, ഇതുവരെ ഈ രണ്ട് റൗണ്ടിലും ഇതൊരു ടിക് ടാക് ടോ, ഒരു 3 ഘട്ട മത്സരങ്ങളുള്ള ഒരു മത്സരം കളിക്കുന്ന പോലെ പ്രെറ്റി മച്ച് ഈവൻ, രണ്ടുപേരും തുല്യമായ ഒരു മത്സരമാണ് കാഴ്ചവെച്ചത്. ബട്ട് എവരി വൺ ന്യൂ ദർ കുഡ് ബി നോ ഡ്രോ,
എന്നാൽ എല്ലാവർക്കും അറിയാം ഈ മത്സരത്തിൽ ഇനി ഡ്രോ ഇല്ല. ആൻഡ് ദാറ്റ് ദിസ് റൗണ്ട് വുഡ് ഡിസൈഡ് ദ വിന്നർ. ഈ മൂന്നാം റൗണ്ട്, ഫൈനൽ റൗണ്ട് വിന്നറെ തീരുമാനിക്കും. This time, to Felix's surprise, it was Antonio who came out first. ഫെലിക്സിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ പ്രാവശ്യം ആൻ്റോണിയോ വളരെ വേഗം ഈ പ്രാവശ്യം ആദ്യം മുന്നോട്ട് കുതിച്ചു. ചാർജിങ് എക്രോസ് ദ റിങ്ങിന് കുറുകെ ശക്തമായ ചാർജ് ചെയ്യുന്ന രൂപത്തിൽ കുതിച്ചുകൊണ്ട് ഫെലിക്സിന് നേരെ ആൻ്റോണിയോ പാഞ്ഞെടുത്തു. ഫെലിക്സ് ബ്രേസ്ഡ് ഹിംസെൽഫ്. എന്നാൽ ഫെലിക്സും പ്രിപ്പയർഡ് ഹിംസെൽഫ്, സ്വയം തയ്യാറായി. ബട്ട് കുഡിൻറ്റ് വാർഡ് ഓഫ് ദ ബറാഷ് ഓഫ് പഞ്ചസ്. എന്നാൽ ആൻ്റോണിയോ തൊടുത്തുവിട്ട ബറാഷ് ഓഫ് പഞ്ചസ്, പഞ്ചിങ്ങിൻ്റെ ഇടികളുടെ മാലപ്പടക്കം തുടരെയുള്ള ബറാഷ്, അത് വാർഡ് ഓഫ് പ്രിവെൻറ്റ് ചെയ്യാൻ, തടയാൻ ഫെലിക്സിനായില്ല. ഫെലിക്സ് ടാപ്ഡ് ഹിസ് ഗ്ലൗസ് ആൻഡ് കമൻസ്ഡ് ഹിസ് അറ്റാക്ക് അന്യോ. തൻ്റെ ഗ്ലൗസുകൾ പരസ്പരം ടാപ്പ് ചെയ്തുകൊണ്ട് കൂട്ടിയിടിച്ചുകൊണ്ട് കമൻസ്ഡ് ഹിസ് അറ്റാക്ക് അന്യോ, തൻ്റെയും അറ്റാക്ക് പുതുതായി തന്നെ തുടങ്ങി. കമൻസ്ഡ്, സ്റ്റാർട്ടഡ്, അന്യോ, ന്യൂലി, പുതിയ തുടക്കം, പുതിയ ആക്രമണത്തിന് ഫെലിക്സും തയ്യാറായി. ആൻ്റോണിയോ ത്രോയിങ് ബോക്സേഴ്സ് കോഷൻ ടു ദ വിൻഡ്സ്. സാധാരണഗതിയിൽ ബോക്സേഴ്സ് എടുക്കുന്ന ശ്രദ്ധയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ജംപ്ഡ് ടു മീറ്റ് ഹിം. ഫെലിക്സിനെ നേരിടാൻ ഗോതയിലേക്ക് എടുത്തു ചാടി. അങ്ങനെ ബോത്ത് പൗണ്ടഡ് അവേ, രണ്ടുപേരും കൂട്ടിയിടിച്ച് തകരുന്ന പോലെയായി. അവർ പരസ്പരം പോരടിച്ചു. neither gave an inch and neither fell to the canvas. രണ്ടിലാരും ഒരു ഇഞ്ച് പോലും വിട്ടുകൊടുത്തില്ല. രണ്ടിലാരും തന്നെ പരാജയം സമ്മതിച്ച് ക്യാൻവാസിലേക്ക്, റിങ്ങിലേക്ക് ഇരുന്നില്ല. they fought toe to toe. അവർ തുല്യമായ പോരാട്ട വീര്യത്തിൽ പോരടിച്ചു. toe to toe, equally, തുല്യമാം വിധം. The sounds of the applause were loud in contrast to the silence of a crowd gone completely mute. അവിടെ കൂടിയ ജനക്കൂട്ടം ഇപ്പോൾ കംപ്ലീറ്റ്ലി മ്യൂട്ട്, ആകെ നിശബ്ദതയിലാണ്. ഈ പോരാട്ടം എന്ത് സംഭവിക്കുമെന്നറിയാനുള്ള ആകാംക്ഷയിൽ അവരെല്ലാവരും നിശബ്ദതയിലാണ്. എന്നാൽ ആ നിശബ്ദതയ്ക്കെതിരായിക്കൊണ്ട് ഈ പോരാളികളുടെ സൗണ്ട് ഓഫ് ബ്ലോസ്, അവരുടെ പഞ്ചിങ് സൗണ്ടാണിപ്പോൾ മുഴങ്ങിക്കേൾക്കുന്നത്. The referee was stunned by their savagery. ഇവരുടെ പോരാട്ട വീര്യം, സാവേജറി കണ്ട് റഫറി പോലും സ്റ്റണ്ട്, അന്താളിച്ച് നിൽപ്പായിരുന്നു. ബോങ് ബോങ് ബോങ്, ദ ബെൽ സൗണ്ടഡ് ഓവർ ആൻഡ് ഓവർ അഗൈൻ. മത്സരം അവസാനിപ്പിക്കാനുള്ള സൂചന നൽകിക്കൊണ്ടുള്ള ബെൽ മുഴക്കം തുടരെ മുഴങ്ങുന്നുണ്ടായിരുന്നു. ഫെലിക്സ് ആൻഡ് ആൻ്റോണിയോ വർ പാസ്റ്റ് ഹിയറിംഗ്, ബട്ട് ഫെലിക്സും ആൻ്റോണിയോയും ഇതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. Their blows continued to pound each other like hailstones. അവരുടെ പഞ്ചിങ് രണ്ടുപേരുടെ ശരീരത്തിലേക്കും തുടരെ ഹെയിൽ സ്റ്റോൺ പോലെ, ഐസ് മഴ പോലെ പതിക്കുകയായിരുന്നു. ഫൈനലി ദ റഫറി ആൻഡ് ദ ടു ട്രെയിനേഴ്സ് പ്രൈഡ് ഫെലിക്സ് ആൻഡ് ആൻ്റോണിയോ അപ്പാർട്ട്. ഗത്യന്തരമില്ലാതെ റഫറിയും മറ്റു രണ്ട് ട്രെയിനേഴ്സും ഇവരെ പ്രൈഡ്, വേർപെടുത്തി. ഫെലിക്സ് ആൻഡ് ആൻ്റോണിയോ അവരെ രണ്ടുപേരെയും പിടിച്ചു മാറ്റി വേർപെടുത്തി. Cold water was poured over them to bring them back to their senses. ബോധം നഷ്ടപ്പെട്ട പോലെയായിരുന്നു അവരുടെ പോരാട്ടം. അവർക്ക് ബോധം തിരിച്ചു കിട്ടാൻ വേണ്ടി അവരുടെ ശരീരത്തിലേക്ക് തണുത്ത വെള്ളമൊഴിച്ചു. They looked around and then rushed toward each other. ബോധം കിട്ടിയ അവർ ചുറ്റുപാടുമൊന്ന് നോക്കി. എന്നാൽ വീണ്ടും പോരടിക്കാനെന്ന പോലെ അവർ അന്യോന്യം മുന്നോട്ട് തന്നെ കുതിച്ചു. A cry of alarm surged through Tompkins Square Park. ആ പാർക്കിൽ ഒത്തുകൂടിയ ജനങ്ങൾക്കിടയിൽ എ ക്രൈ ഓഫ് അലാം, ഞെട്ടലിൻ്റെ, ഭയപ്പാടിൻ്റെ ഒരു ശബ്ദം ഉയർന്നു കേട്ടു. എല്ലാവരും ആകെ ഭയപ്പെട്ട് നിലവിളിച്ചു. വാസ് ദിസ് എ ഫൈറ്റ് ടു ഡെത്ത് ഇൻസ്റ്റെഡ് ഓഫ് എ ബോക്സിംഗ് മാച്ച്? ഒരു ബോക്സിംഗ് മാച്ചിൻ്റെ പകരം ഇതൊരു ഫൈറ്റ് ടു ഡെത്ത്, ജീവൻ മരണ പോരാട്ടമാണോ? എല്ലാവരുടെയും ഉള്ളിൽ ഭയപ്പാടിൻ്റെ ചോദ്യമുയർന്നു. The fear soon gave way to wave upon wave of cheering. എന്നാൽ ആ ഭയം വഴിമാറി. ആഹ്ലാദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും തിരമാലകൾ ഒന്നിനു പിറകെ ഒന്നായി ജനക്കൂട്ടത്തിൽ നിന്ന് ഉയരുന്ന വിധം ആ ഭയം പെട്ടെന്ന് മാറി. ആസ് ദ ടു അമിഗോസ് എംബ്രൈസ്ഡ്, അവർ മുന്നോട്ട് കുതിച്ചത് ഇപ്പോൾ പോരടിക്കാനല്ല, അവർ പരസ്പരം ആലിംഗനം ചെയ്തു. നോ മാറ്റർ വാട്ട് ദ ഡിസിഷൻ, ദേ ന്യൂ ദേ വുഡ് ഓൾവേസ് ബി ചാമ്പ്യൻസ് ടു ഈച്ച് അതർ. റഫറിയുടെ ഡിസിഷൻ എന്തുമായിക്കൊള്ളട്ടെ, അവർക്ക്
വ്യക്തമായി ബോധ്യമായി. അവരെപ്പോഴും പരസ്പരം ചാമ്പ്യൻസ്, ആരും തോൽക്കുന്നില്ല, ജയിക്കുന്നില്ല, അവർ ഈക്വലി ചാമ്പ്യൻസ് ആണെന്ന് അവർക്കറിയാമായിരുന്നു. എല്ലാം മറന്ന് അവർ എംബ്രൈസ്ഡ് ഈച്ച് അതർ, പരസ്പരം ആലിംഗനം ചെയ്തു. ബോങ് ബോങ് ബോങ്, വീണ്ടും മണിമുഴങ്ങി. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, the winner and representative to the Golden Gloves Tournament Championship is അനൗൺസ്മെൻറ്റ് മുഴക്കാൻ തുടങ്ങി. ഈ മത്സരത്തിലെ വിന്നർ, അതോടൊപ്പം തന്നെ ബോയ്സ് ക്ലബിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ചാമ്പ്യൻഷിപ്പ് ഗോൾഡൻ ഗ്ലൗസ് ചാമ്പ്യൻഷിപ്പ് ടൂർണമെൻറ്റിൽ പങ്കെടുക്കാൻ പോകുന്നത് എന്ന് പറയാൻ തുടങ്ങി. ദി അനൗൺസർ ടേൺ ടു പോയിൻറ്റ് ടു ദ വിന്നർ. തിരിഞ്ഞുകൊണ്ട് വിന്നറെ ചൂണ്ടിക്കാണിക്കാൻ അനൗൺസ്മെൻറ്റ് നടത്തി തിരിഞ്ഞു നോക്കിയപ്പോൾ ആൻഡ് ഫൗണ്ട് ഹിംസെൽഫ് എലോൺ, അനൗൺസറെ മാത്രമേ ആ സ്റ്റേജിൽ റിങ്ങിൽ കാണാനുണ്ടായിരുന്നുള്ളൂ. ദ ചാമ്പ്യൻസ് ഹാഡ് ഓൾറെഡി ലെഫ്റ്റ് ദ റിംഗ്. പരസ്പരം കൈകൾ കോർത്ത് പിടിച്ചുകൊണ്ട് ആ ചാമ്പ്യൻസ് എപ്പോഴേ റിംഗ് വിട്ടുപോയിരുന്നു. അമിഗോ ബ്രദേഴ്സ് തങ്ങളുടെ സൗഹൃദത്തിന് വില കൽപ്പിച്ചുകൊണ്ട് പരസ്പരം കൈ കോർത്ത് പിടിച്ച് വിന്നർ ആരുമാകട്ടെ ഞങ്ങൾ ഒരുമിച്ച് ഒരേപോലെ ചാമ്പ്യൻസ് ആണെന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് കളം വിട്ടുപോയിരുന്നു. ഫെലിക്സ് ആൻഡ് എൻറ്റോണിയോ, വായനക്കാരുടെ ഹൃദയത്തിൽ സ്ഥിര പ്രതിഷ്ഠ നേടിയ അമിഗോ ബ്രദേഴ്സ്, ഈ മനോഹരമായ കഥ വിശദീകരിച്ചത് വിദ്യാർത്ഥികൾക്ക് വ്യക്തമായി മനസ്സിലായിരിക്കുമെന്ന് കരുതുന്നു. ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോസ് തുടർന്നും ലഭിക്കാൻ ഇംഗ്ലീഷ് ജ്യൂസ് ഫോർ എജു വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.